ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. രാജാധികാരത്തിന്റെ എല്ലാ ശക്തികളെയും ഏറ്റവും ദരിദ്രനായ മനുഷ്യൻ അയാളുടെ കുടിലിൽ ചെറുത്തു നിൽക്കും. അത് ദുർബലമായിരിക്കാം. അതിന്റെ മേൽക്കൂര ഇളകിയേക്കാം. കാറ്റതിലൂടെ വീശിയടിച്ചേക്കാം. മഴ അതിലൂടെ പെയ്തിറങ്ങാം. പക്ഷെ ഇംഗ്ലണ്ടിലെ രാജാവിന് അതിലൂടെ പ്രവേശിക്കാനാകില്ല. ആ ജീർണിച്ച കുടിലിന്റെ ഉമ്മറപ്പടി കടക്കാൻ അയാളുടെ മുഴുവൻ സൈന്യവും ധൈര്യപ്പെടില്ല. അതങ്ങനെയാണ് ആ രാജാവിന് നിയമത്തിന്റെ ന്യായീകരണം ഇല്ലാത്തിടത്തോളം. 1964 ലോർഡ് ഡെന്നിങ്ങിന്റെ പ്രശസ്തമായ വിധിയിലെ വാചകങ്ങളാണ്. അതൊരിക്കൽ കൂടി ഉപയോഗിച്ചത് ഇന്ത്യയിലെ പരമോന്നത കോടതിയാണ്. കയ്യടികൾക്കായി കയ്യൂക്കിന്റെ വ്യാജനീതി നിർമ്മിച്ചെടുക്കുന്ന ബുൾഡോസർ രാജ് നിരോധിച്ചുകൊണ്ട് രാജ്യമാർജിച്ചെടുത്ത നീതിബോധത്തിന്റെയും ജനാധിപത്യത്തിന്റെയും കടക്കൽ കത്തിവച്ചാണ് സംഘപരിവാർ സർക്കാരുകൾ ബുൾഡോസർ രാജ് തുടങ്ങിയത്. അത്രത്തോളം സമീകരിക്കാനാകില്ല എങ്കിലും കർണാടകയിലും കണ്ടത് ഭരണകൂട ഭീകരതയുടെ കയ്യൂക്ക് തന്നെയാണ്. ഇടിച്ചു നിരപ്പാക്കിയ കൂരകളുടെ അവശിഷ്ടങ്ങൾക്ക് മുന്നിൽ ഹൃദയം നിലച്ചു നിൽക്കുന്നവരുടെ വർഗം ഒരു വിഷയമാണ്. പാഠപുസ്തകങ്ങളും തിരിച്ചറിയൽ രേഖകളും അവർക്ക് നഷ്ടപ്പെട്ടോട്ടെ എന്ന് കരുതി ബുൾഡോസർ ഇറക്കിയത് ആ വർഗത്തിനു വേണ്ടി ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന വരേണ്യ അധികാരഭാവത്തിൽ നിന്നാണ്. UPO മാതൃക ഇതാണ് ചോദ്യം. ചർച്ചയിൽ CPM-ൽ നിന്നും A. റഹീം MP ആണ്. കോൺഗ്രസിൽ നിന്നും സന്ദീപ് വാര്യർ, വലതുനിരീക്ഷകനായി മിഥുൻ വിജയകുമാർ, AVS നമ്പൂതിരിയുണ്ട്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. നമ്മോടൊപ്പം പ്രണോയ് P. പ്രേം എന്ന വർക്കിംഗ് പീപ്പിൾ ഫോറം പ്രതിനിധി, അവിടെ പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയുടെ പ്രതിനിധിയാണ്. അദ്ദേഹം നമ്മോടൊപ്പം ചർച്ചയിലുണ്ട്. ഞാൻ ആദ്യം അദ്ദേഹത്തിലേക്ക് പോവുകയാണ്. ശ്രീ പ്രണോയ്, കേൾക്കാമല്ലോ അല്ലേ? അവിടെ നടന്നിരിക്കുന്ന ബുൾഡോസർ രാജ് അത് UP-ലേതുപോലെയല്ല. അത് ഒരു റവന്യൂ റിക്കവറി മാത്രമാണ് എന്നാണ് കർണാടക സർക്കാർ പറഞ്ഞിരിക്കുന്നത്. അതിനോടിപ്പോൾ കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം അല്ലെങ്കിൽ ഹൈക്കമാൻഡ് ഇപ്പോൾ കർണാടകയിലെ കോൺഗ്രസ് നേതാക്കളോട് വിശദീകരണം തേടിയിരിക്കുന്നു. പക്ഷേ ഇവിടെ റവന്യൂ റിക്കവറി എന്ന് പറഞ്ഞ് നടന്നിരിക്കുന്ന കാര്യങ്ങളെ അങ്ങ് എങ്ങനെയാണ് വിശദീകരിക്കുക ശ്രീ പ്രണോയ്? ഞാനിവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ദുര്യോധന വേദി, അതായത് വർക്കിംഗ് പീപ്പിൾ ഫോറത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഞങ്ങളിവിടെ ഒരു 5 വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഈ പറയുന്ന ഫക്കീർ കോളനിയും വസീം ലേഔട്ടും. ഇതിൽ ഫസ്റ്റ്ലി ഇവർ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്ന ആൾക്കാരാണ്. ഇവർക്ക് ഇവിടുത്തെ വോട്ടവകാശവും റേഷൻ കാർഡും ആധാർ കാർഡും എല്ലാം ഉള്ള ഒരു ആൾക്കാരുമാണ്. അപ്പം ഇതുവരെ എന്തെങ്കിലും ഒരു നോട്ടീസ് ഇവരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പ്രയറായിട്ട് നമ്മളൊക്കെ എന്തായാലും അവർ ഇൻഫർമേഷൻ പാസ് ചെയ്യും. ഞങ്ങൾക്ക് ഇവിടെ ഹെൽത്തിൻ്റെ ഫെസിലിറ്റീസും ഉണ്ട്, അതേപോലെ എൻടൈറ്റിൽമെൻറ്റ്സും കാര്യങ്ങളും ഞങ്ങളിവിടെ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു നോട്ടീസും ഇല്ലാതെയാണ് 20-ാം തീയതി രാവിലെ ഏകദേശം ഒരു 4-4:30 സമയത്ത് വന്ന് ഒരു 6 മണിയാകുമ്പോഴേക്കും ബുൾഡോസർ വന്ന് ഏകദേശം ഒരു 5-6 JCB ഉണ്ടായിരുന്നു. ആ JCBയിലാണ് ഒരു രാവിലെ തുടങ്ങി ഒരു വൈകുന്നേരം ആകുമ്പോഴേക്കും 167 ആൾക്കാർക്കാണ് കംപ്ലീറ്റ് ആയിട്ട് വീട് നഷ്ടപ്പെടുന്നത്. ഇതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ ഫക്കീർ കോളനി ഉണ്ട്, വസീം ലേഔട്ടും ഉണ്ട്. അപ്പോൾ ഫക്കീർ കോളനിയിൽ ഏകദേശം 85 വീടും അതേപോലെ വസീം ലേഔട്ടിൽ 82 വീടുമാണ് നഷ്ടപ്പെട്ടത്. ഒരു രാവിലെ ഒരു 6 മണിയാകുമ്പം തുടങ്ങിയിട്ട് ഒരു ഉച്ചയാകുമ്പോഴേക്കും ഫക്കീർ കോളനി ഏകദേശം ഡെമോളിഷ് ചെയ്തു. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് വസീം ലേഔട്ടിൽ ഡെമോളിഷൻ തുടങ്ങിയത്. അപ്പം ഒരു രേഖയും ഇല്ല. റവന്യൂ റിക്കവറി ആണെങ്കിൽ അവരുടെ കയ്യിൽ എന്തെങ്കിലും നോട്ടീസോ കാര്യങ്ങളോ ക്ലിയർ ആയിട്ട് കൊടുക്കേണ്ടതാണ്. അതിനെ പറ്റിയിട്ട് ഒരു ന്യൂസും ഇതുവരെ വന്നിട്ടുമില്ല. ഇത് പ്രണോയ്, ഇതിവിടെ ക്വാറിക്ക് നൽകിയ സ്ഥലമായിരുന്നു. അവിടെ ക്വാറിയിൽ പണിയെടുക്കാൻ വന്നവരാണ് പിന്നീട് അവിടെ തന്നെ വീട് വെച്ച് താമസിച്ചത് എന്നൊരു ന്യായമാണ് സർക്കാരിൻ്റെ ഭാഗത്ത് വരുന്നത്. പക്ഷേ 10-30 വർഷമായി അവിടെ കഴിയുന്നവരാണ് എന്ന വിവരവും നമുക്ക് ലഭിക്കുകയാണ്. അതേക്കുറിച്ച് എന്താണ് പറയുന്നത്? ഈ സ്ഥലം ക്വാറിയുടെ സ്ഥലമാണോ? ഹലോ പ്രണോയ്, കേൾക്കാമോ? പ്രണോയ്, കേൾക്കാമോ? ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്. ഞാൻ പ്രണോയിലേക്ക് വരാം. അതിനു മുമ്പ് സന്ദീപ് വാര്യരിലേക്ക്. ശ്രീ സന്ദീപ് വാര്യർ, UP-യെ പോലെയല്ല കർണാടകയിലെ ബുൾഡോസർ പ്രവർത്തനം നടന്നിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ കോൺഗ്രസ് പറയുന്ന ഒരു ന്യായം. രണ്ടും ഒരുപോലെയല്ല എന്ന്. അങ്ങ് എന്ത് വ്യത്യാസമാണ് കാണുന്നത്? സ്മൃതി, തീർത്തും ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവമാണ് ബംഗളൂരുവിൽ ഉണ്ടായതെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഗൗരവത്തോടു കൂടി കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വം ഹൈക്കമാൻഡ് വിഷയത്തിൽ ഇടപെടുകയും
ബഹുമാനപ്പെട്ട സംഘടനാ ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ ഇത് സംബന്ധിച്ചുള്ള വിശദീകരണം കോൺഗ്രസ് സർക്കാരിനോടും പാർട്ടിയോടും ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇവിടെ നീതി നടപ്പിലാക്കേണ്ടതുണ്ട്. അവിടെ ഈ വീട് നഷ്ടപ്പെട്ടിട്ടുള്ള അതല്ലെങ്കിൽ ആവാസം വ്യവസ്ഥിതി തകർക്കപ്പെട്ടിട്ടുള്ള മനുഷ്യരോടൊപ്പം തന്നെയാണ് കോൺഗ്രസ് പാർട്ടി. ഒരിക്കലും ബുൾഡോസർ രാജിനെ പോലെ അതല്ലെങ്കിൽ ഉത്തർപ്രദേശിൽ ഒരു പ്രതികാര നടപടി എന്നുള്ള നിലയ്ക്ക് അവിടുത്തെ സംഘപരിവാർ സർക്കാർ നടപ്പാക്കുന്ന, ഉത്തർപ്രദേശിൽ മാത്രമല്ല BJP ഭരിക്കുന്ന മറ്റ് പല സംസ്ഥാനങ്ങളും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതികാര നടപടി എന്നുള്ള നിലയ്ക്ക് മതന്യൂനപക്ഷ വിഭാഗങ്ങളെ തെരഞ്ഞുപിടിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ബുൾഡോസർ രാജിനോട് ഒരു തരത്തിലും നമുക്ക് യോജിക്കാൻ കഴിയുന്നതല്ല. അത്തരത്തിലുള്ള ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നടപടികളോട് എന്നും പോരാടുകയും അതിനെ പ്രതിരോധിക്കുകയും ചെയ്ത് കോൺഗ്രസ് പാർട്ടിയായിരുന്നു. കോൺഗ്രസിൻ്റെ നേതാക്കളായ ശ്രീ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ എത്രയോ തവണ ഉത്തർപ്രദേശിലും മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ ഇതിനെ പ്രതിരോധിക്കാൻ ഏറ്റവും മുൻപന്തിയിലുണ്ടായിരുന്നു എന്നുള്ളത് ഈ സമയത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ദൗർഭാഗ്യകരമായ സംഭവത്തോട് കോൺഗ്രസ് പാർട്ടിക്ക് ഒരു തരത്തിലും അവിടെ വീട് നഷ്ടപ്പെട്ടവരോട്, അവിടെ കിടപ്പാടം നഷ്ടപ്പെട്ടവരോട് തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടിക്ക് സഹതാപമുണ്ട്. അവർക്ക് നീതി ലഭ്യമാകണം എന്നുള്ളത് തന്നെയാണ് നിലപാട്. ഒന്ന്. രണ്ട്, കോൺഗ്രസ് പാർട്ടിയുടെ കർണാടകയിലെ സർക്കാർ ഇക്കാര്യത്തിൽ വളരെ നയം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് കർണാടകയുടെ ഡെപ്യൂട്ടി CM ശ്രീ DK ശിവകുമാർ അടക്കമുള്ളവർ ഈ കാര്യത്തിൽ വന്ന് കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ആ ന്യായീകരണം എന്ത് തന്നെയാണെങ്കിൽ പോലും, ഉദാഹരണത്തിന് കർണാടക സർക്കാർ പറയുന്നത് അത് സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റിനായിട്ട് നേരത്തെ അക്വയർ ചെയ്ത ലാൻഡായിരുന്നു. ആ ലാൻഡിൽ എൻക്രോച്ച്മെൻ്റ് ആണ് നടന്നിരുന്നത്. ആ എൻക്രോച്ച്മെൻറ്റ് നീക്കുകയാണ് ചെയ്തതെന്നുള്ളതാണ് കർണാടക സർക്കാരിൻ്റെ വിശദീകരണമെങ്കിൽ പോലും ഇന്ന് കർണാടക സർക്കാർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അവിടെ വീട് നഷ്ടപ്പെട്ടിട്ടുള്ള, അവിടെ കിടപ്പാടം നഷ്ടപ്പെട്ട രേഖകളുള്ള മുഴുവൻ ആളുകൾക്കും പുതിയ ഭവന പദ്ധതി അവർക്കായിട്ട് നടപ്പിലാക്കും. അവർക്ക് വീട് എത്രയും പെട്ടെന്ന് മറ്റ് സംവിധാനങ്ങൾ ഒരുക്കും എന്നുള്ളത് കർണാടകയുടെ ഉപമുഖ്യമന്ത്രി ഇന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി രേഖകളില്ലാത്ത ആളുകൾക്കും ഓൾട്ടർനേറ്റീവായിട്ടുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തും എന്നുള്ളതും കർണാടക സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല, നാളെ തന്നെ കർണാടക മുഖ്യമന്ത്രിയുമായിട്ട് ഈ വീട് നഷ്ടപ്പെട്ടവർ കാണാൻ പോവുകയാണ്. അതിനുള്ള സംവിധാനവും കർണാടകയിലെ പാർട്ടിയും കർണാടകയിലെ ഗവൺമെൻറ്റും ഒരുക്കിയിട്ടുണ്ട്. ഒരു തരത്തിലുള്ള അനീതിയും നടപ്പിലാവാൻ കോൺഗ്രസ് പാർട്ടി അനുവദിക്കുകയില്ല എന്ന് അസന്നിഗ്ധമായി ബുൾഡോസർ രാജ്യമായി ഇതിനെ സമീകരിക്കരുത്. അതെ, അതങ്ങ് പറയുന്നത് ഉത്തർപ്രദേശിൽ എത്രത്തോളം മുസ്ലിം കുടുംബങ്ങളുടെ വീടുകളാണ് അല്ലെങ്കിൽ പറയുന്ന അവരുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളാണ് തകർത്തിട്ടുള്ളത് എന്നുള്ളതാണ്. കണക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു പക്ഷേ ആ ഒരു താരതമ്യം ശരിയായിരിക്കില്ല. പക്ഷേ നോക്കൂ, ഇവിടുത്തെ കുടുംബങ്ങളുടെ കണക്കെടുക്കുകയാണെങ്കിൽ 188 കുടുംബങ്ങളാണ്. അതിൽ 186 കുടുംബങ്ങൾ മുസ്ലിങ്ങളാണ്, 2 ക്രിസ്ത്യൻ കുടുംബങ്ങളുണ്ട്, 30 ഹിന്ദു കുടുംബങ്ങൾ. പറയുമ്പോൾ ദളിത് വിഭാഗത്തിൽപ്പെട്ടവരാണ്, പാവങ്ങളായവരാണ്. അതിൽ എണ്ണം നോക്കുമ്പോൾ മുസ്ലിം കുടുംബങ്ങളാണ് കൂടുതലുള്ളത്. ഇനി മുസ്ലിങ്ങളെ തെരഞ്ഞുപിടിച്ചാണെന്നൊന്നും പറയേണ്ടതില്ല എങ്കിൽ കൂടിയും പാവങ്ങളെയാണല്ലോ ചെയ്തിരിക്കുന്നത്. ഈ പുലർച്ചെ 4 മണിക്ക് ബുൾഡോസർ കൊണ്ടുവന്ന് വൈകിട്ട് വരെ നടത്തേണ്ട ഒരു തിടുക്കം, ആ തിടുക്കം എന്ന് പറയുന്നത് നോട്ടീസ് പോലും നൽകാതെയാണെന്ന് പറയുന്നു. മറിച്ച് അപ്പുറത്ത് നോട്ടീസ് നൽകിയിട്ടുണ്ടെന്ന് പറയും. ഇതിനെ വിമർശിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളോട്, പ്രത്യേകിച്ച് ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിലൊരു പ്രതികരണം നടത്തി. അപ്പോൾ ഇത് ഞങ്ങളുടെ ആഭ്യന്തര കാര്യമാണ് എന്ന് പറയുന്ന മറുപടി എത്രത്തോളം നല്ല മറുപടിയാണ് ശ്രീ സന്ദീപ് വാര്യർ? അതാണല്ലോ DK ശിവകുമാർ നൽകിയ മറുപടി. ഞങ്ങളുടെ ആഭ്യന്തര കാര്യമാണ്, നിങ്ങൾ ഇടപെടേണ്ട. അങ്ങനെയാണോ കാണേണ്ടത്? ഒന്ന്, സ്മൃതി, ഇതിൽ പുലർച്ചെ നടത്തിയിട്ടുള്ള ഈ എവിക്ഷൻ നടപടി തീർച്ചയായിട്ടും അതിൽ ഒരു അപാകതയുണ്ട് എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് പാർട്ടി കണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഹൈക്കമാൻഡ് വിഷയത്തിൽ വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള വിഷയത്തിൽ ഇടപെട്ടതും അടിയന്തരമായി തന്നെ അതിൻ്റെ നടപടികൾ കൈക്കൊള്ളാൻ വേണ്ടിയിട്ടുള്ള, അതിന് വേണ്ട റിഹാബിലിറ്റേഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ കൈക്കൊള്ളാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയതും അത് കർണാടക സർക്കാർ ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടി വളരെ ക്ലിയർ ആയിട്ടുള്ള സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. ഇവിടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇതിൽ രാഷ്ട്രീയം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുകയല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ സമയത്ത് ഇവിടെ രാഷ്ട്രീയം കളിക്കുകയും അങ്ങോട്ടൊരു സംഘത്തെ അയക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഉത്തർപ്രദേശിലെ ഇത് നടപ്പാക്കിയ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ സർക്കാർ പരിപാടിയിലേക്ക് ക്ഷണിച്ചതാരാണ്? ഇതേ മുഖ്യമന്ത്രി പിണറായി വിജയനല്ലേ? ആ യോഗി ആദിത്യനാഥിൻ്റെ കത്ത് ഇവിടെ വായിച്ച ഹർഷപുളകിതനായ മുഖ്യമന്ത്രി ഈ ബുൾഡോസർ രാജിൻ്റെ ബ്രാൻഡ് അംബാസഡറായ യോഗി ആദിത്യനാഥിനെ കേരളത്തിലെ സർക്കാർ സ്പോൺസേഡ് പരിപാടിയിലേക്ക് ക്ഷണിച്ച് അദ്ദേഹത്തിൻ്റെ ആശംസാ സന്ദേശം വായിച്ച മുഖ്യമന്ത്രി ഇപ്പോൾ കർണാടകയിലെ തികച്ചും മതേതരമായിട്ടുള്ള, കർണാടകയിലെ മതന്യൂനപക്ഷ വിഭാഗങ്ങളെ സംരക്ഷിക്കുന്നതിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുള്ള സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? വാസ്തവത്തിൽ കർണാടകയിൽ CPM ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടായതുകൊണ്ടാണ്? അല്ല, മറിച്ച് BJPക്ക് എങ്ങനെയെങ്കിലും ഒരു നേട്ടം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുമോ? മതന്യൂനപക്ഷ വിഭാഗങ്ങളെ ഭയവിഹുലരാക്കി എങ്ങനെയെങ്കിലും ഒരു നേട്ടം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുമോ എന്നുള്ള കുറുക്കൻ കണ്ണുകളോട് കൂടിയിട്ടുള്ള, ശൃഗാല ബുദ്ധിയോട് കൂടിയിട്ടുള്ള കൗശലമാണ് ഇവിടെ മുഖ്യമന്ത്രി കാണിച്ചിട്ടുള്ളത്. പക്ഷേ അവിടെ ബുൾഡോസർ അനങ്ങി തുടങ്ങിയപ്പോൾ UPയിൽ ആദ്യം പ്രതികരിച്ചത് ബൃന്ദ കാരാട്ട് എന്ന CPM നേതാവാണ് കേട്ടോ. അല്ല,
ശ്രീമതി ബൃന്ദ കാരാട്ടോ അല്ലെങ്കിൽ CPM നേതാക്കന്മാരോ രാജ്യത്ത് എവിടെയെങ്കിലും നടക്കുന്ന വിഷയങ്ങളിൽ പ്രതികരിക്കരുതെന്നൊന്നുമില്ല. പക്ഷേ മുഖ്യമന്ത്രി ഇതിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഇല്ലാത്ത കാര്യങ്ങളെ പറഞ്ഞ് പെരുപ്പിക്കുകയും മാത്രമല്ല ഒരു മതേതര സർക്കാരിനെ കളങ്കപ്പെടുത്താൻ വേണ്ടി BJPക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇവിടെ BJPക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി ഇതൊക്കെ പറയുന്നത്. ആർക്കാണ് അറിയാത്തത്? അതല്ലെങ്കിൽ യോഗി ആദിത്യനാഥിനെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടുവന്ന മുഖ്യമന്ത്രിയല്ലേ? BJP നേതാക്കന്മാർ പറയുന്നിടത്ത് മുഴുവൻ തുല്യം ചാർത്തി കൊടുക്കുന്ന മുഖ്യമന്ത്രിയല്ലേ? മന്ത്രിസഭയ്ക്കകത്ത് ഒരുമിച്ചിരിക്കുന്ന മന്ത്രി രാജനെ പോലും അറിയിക്കാതെ, മുന്നണിക്കകത്തിരിക്കുന്ന CPI പോലും അറിയിക്കാതെ കർണാടകയിൽ BJP സർക്കാരിനെ പരാജയപ്പെടുത്തി കോൺഗ്രസ് അധികാരത്തിൽ വരികയാണല്ലോ. അവിടെ നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കുകയാണ് അവിടെ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതേ മാർഗത്തിലൂടെ അതേ രീതിയിലൂടെ തുടർന്നു പോവുകയാണെങ്കിൽ നിങ്ങൾക്കിനി അടുത്ത സാധ്യതയില്ലല്ലോ. ഏതെങ്കിലും ഒരു സംവിധാനം മതിയല്ലോ അവിടെ ഭരിക്കാൻ. അപ്പോൾ അത് തന്നെ തുടരുന്നുണ്ടോ എന്ന് ആശങ്കപ്പെടേണ്ടതുണ്ട്. ഇത് മാത്രമല്ല, ബംഗളൂരുവുമായി ബന്ധപ്പെട്ട് കർണാടകയുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകൾ അത്തരത്തിൽ വരുന്നുണ്ട്. അവിടുത്തെ പോലീസ് സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? കോൺഗ്രസിന്റെ നിലപാടിനനുസരിച്ചാണോ, അല്ലെങ്കിൽ കോൺഗ്രസ് നിലപാടെന്ന് ഹൈക്കമാൻഡ് പറയുന്ന പ്രധാനപ്പെട്ട ചില നിലപാടുകളുണ്ടല്ലോ, അതിനനുസരിച്ചാണോ കർണാടകയിൽ കോൺഗ്രസ് പ്രവർത്തിക്കുന്നതെന്ന് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഇത് കർണാടക കോൺഗ്രസിന്റെ വീഴ്ച എന്ന് ഉറച്ചു പറയാൻ എന്തുകൊണ്ടാണ് സന്ദീപിന് സാധിക്കാത്തത്? സ്മൃതി, അങ്ങനെ അല്ലാത്തതുകൊണ്ടാണ്. കാരണം നോക്കൂ, കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം അവിടുത്തെ മതന്യൂനപക്ഷ വിഭാഗങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള നിലപാടുകൾ നിങ്ങൾ പരിശോധിക്കണ്ടേ? ഏറ്റവും ഒടുവിൽ വിദ്വേഷ പ്രസംഗത്തിനെതിരായിട്ടടക്കം സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ ഞാൻ ചോദിക്കട്ടെ, വിദ്വേഷ പ്രസംഗത്തിനെതിരായിട്ട് ഇന്ന് കർണാടക സർക്കാർ സ്വീകരിച്ച പോലെ നിലപാട് ഇന്ത്യയിൽ വേറെ ഏതെങ്കിലും സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടോ? കർണാടകയിൽ മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരായിട്ടുള്ള വിദ്വേഷ പ്രസംഗം നടത്തിയാൽ ആൾ ജയിലിൽ പോകും. കേരളത്തിൽ മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരായി പ്രസംഗം നടത്തിയയാളെ മുഖ്യമന്ത്രി കാറിൽ കയറ്റി കൊണ്ടുപോകും. അതാണ് വ്യത്യാസമുള്ളത്. കർണാടകയിൽ മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ ഒരു അക്രമം നടക്കാൻ അവിടെ സർക്കാർ അനുവദിക്കുന്നില്ല. അവിടുത്തെ പാഠപുസ്തകങ്ങളടക്കം സംഘപരിവാറിന്റെ ആശയങ്ങൾ അവിടെ എഴുതി ചേർത്തിരുന്നത് അത് മുഴുവൻ നീക്കി. അവിടെ മാത്രമല്ല, അപ്പോൾ ദക്ഷിണ കർണാടകയിൽ നിരന്തരമായി വർഗീയ കലാപം നടന്നിരുന്ന പ്രദേശങ്ങളിലൊക്കെ അതിശക്തമായി അതിനെതിരായിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോയി. ഇന്ന് അനങ്ങുന്നില്ലല്ലോ. അത്തരം ശക്തികൾക്ക്, ധ്രുവീകരണ ശക്തികൾക്ക്, സംഘപരിവാർ ശക്തികൾക്ക് അവിടെ അനങ്ങാൻ സാധിക്കുന്നില്ലല്ലോ. അവർക്ക് ഭയമുണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഈ ക്രിസ്മസ് കാലത്ത് കേരളത്തിലടക്കം സംഘപരിവാർ അഴിഞ്ഞാടിയപ്പോൾ എന്തേ കർണാടകയിൽ അവർക്ക് സാധിക്കാതെ പോയത്? കർണാടകയിൽ ചെയ്താൽ അവിടുത്തെ സർക്കാർ കർശനമായിട്ടുള്ള നടപടിയെടുക്കുമെന്ന ബോധ്യം ഇപ്പോൾ അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവർ അടങ്ങിയിരിക്കുകയാണ്. കർണാടകയിൽ RSS ഇല്ലാത്തതുകൊണ്ടാണോ? കർണാടകയിൽ BJP ഇല്ലാത്തതുകൊണ്ടാണോ? കർണാടക ബജ്രംഗ് ദളിന്റെ ശ്രീരാമസേനയുടെ ഒക്കെ ഏറ്റവും വലിയ കോട്ടയാണ്. പക്ഷേ അവിടെ ആ ഛിദ്രശക്തികളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞ ഒരു സർക്കാർ അവിടെ ഭരിക്കുന്നുണ്ട്. മതേതരത്വത്തിൽ കണിക പോലും വിട്ടുവീഴ്ചയില്ലാത്തൊരു സർക്കാർ അവിടെ ഭരിക്കുന്നുണ്ട്. RSSന്റെയും അമിത്ഷായുടെയും BJPയുടെയും നരേന്ദ്രമോദിയുടെയും തിട്ടൂരങ്ങൾക്ക് മുന്നിൽ വഴങ്ങിക്കൊടുക്കാത്ത നട്ടലുള്ള ഒരു മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും കർണാടക ഭരിക്കുന്നുണ്ട്. ആ ഭയം RSSനുണ്ട്. അതുകൊണ്ടാണ് അവിടെ അവർ അനങ്ങാത്തത്. പക്ഷേ അങ്ങനെ നട്ടലുള്ള ഒരു സർക്കാരിനെ കാണുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ജാള്യതയാണ്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് പ്രതികരിച്ചുകൂടാ എന്ന് പറയുന്നത് എന്ത് സമീപനമാണ് എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. ഞാൻ A. റഹീമിലേക്ക് പോകുന്നു. ശ്രീ A. റഹീം MP, അങ്ങ് ഇന്ന് കർണാടകയിൽ പോയതാണ്, യലഹങ്കയിൽ പോയതാണ്. അവിടെ വീടുകൾ നഷ്ടപ്പെട്ട, വീടുകൾ ഇടിച്ചു തകർക്കപ്പെട്ട് തെരുവിലായി കഴിഞ്ഞിരിക്കുന്ന കുടുംബങ്ങളെ കണ്ടതാണ്. എന്താണ് അവിടെ നിന്നും അങ്ങേക്ക് മനസ്സിലായ കാര്യം? അവർക്കൊക്കെ ആധാർ കാർഡുണ്ട്, വോട്ടർ ID ഉള്ളവരാണ്. അവിടെ റവന്യൂ റിക്കവറിയാണ് നടന്നത് എന്നൊരു വാദമാണല്ലോ സർക്കാർ പറയുന്നത്. ആദ്യം ഇത് കർണാടകയുടെ കാര്യമാണ്, നിങ്ങൾ ഇടപെടേണ്ടതില്ല എന്ന് പറയുന്ന ശ്രീ DK ശിവകുമാറിന്റെ സ്റ്റേറ്റ്മെന്റ് ബുൾഡോസർ രാജ് പോലെ തന്നെ ഭരണഘടനാ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധമാണ്. തിരിച്ചു പറയാനുള്ളത്, കർണാടക ഒരു സ്വതന്ത്ര റിപ്പബ്ലിക് അല്ല. കർണാടക ഇന്ത്യൻ യൂണിയന്റെ പാർട്ടാണ്. കേരളവും ഇന്ത്യൻ യൂണിയന്റെ പാർട്ടാണ്. അതുകൊണ്ട് ശ്രീ DK ശിവകുമാർ തിരുമനസിനോട്, മഹാരാജാവിനോട് അങ്ങോട്ട് പറയാനുള്ളത്, കർണാടകയ്ക്കുള്ളതുപോലെ തന്നെയുള്ള അവകാശം കേരളത്തിനുമുണ്ട് ഇന്ത്യൻ യൂണിയൻ എന്ന് പറയുന്ന റിപ്പബ്ലിക്കിൽ. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കൊള്ളാം, കേരളത്തിലുള്ളവർ പറയേണ്ട, കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയേണ്ട എന്നൊന്നും പറയേണ്ടതില്ല. ഞാൻ ഇന്നലെ ഈ പറയുന്ന സ്ഥലത്ത് സന്ദർശിച്ചതാണ്, ഈ വിക്ടിംസിനെ കണ്ടതാണ്. ആ വിക്ടിംസ് ഇതേ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെ കൈകൂപ്പി നിന്നുകൊണ്ട് അവർ പറഞ്ഞത്, ആദ്യമായി ഈ പ്രശ്നത്തിൽ ഈ ശബ്ദമില്ലാത്ത മനുഷ്യരുടെ ശബ്ദമായി ഉയർന്നത് സഖാവ് പിണറായിയുടേതാണ്. അതിനുശേഷമാണ് ഇന്ന് നമ്മൾ ഇത് ചർച്ച ചെയ്യേണ്ടി വരുന്നത്. നിങ്ങളുടെ സംഘം ഇന്ന് അവിടെ എത്തുന്നത്, മുഴുവൻ കന്നഡയിലെ മാധ്യമങ്ങൾക്കും പോകേണ്ടി വന്നത്, ദേശീയ മാധ്യമങ്ങൾക്ക് അവിടെ പോകേണ്ടി വന്നത്, ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി സഖാവ് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇടതുപക്ഷത്തിന് മാറാൻ കഴിഞ്ഞതുകൊണ്ടാണ്. ഇനി ഞാൻ ഈ വിഷയത്തിന്റെ മെറിറ്റിലേക്ക് വരാം. ശ്രീ സന്ദീപ് വാര്യർ സ്വാഭാവികമായും കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹം ന്യായീകരിക്കാൻ നിർബന്ധിതമാകും. പക്ഷെ അദ്ദേഹത്തിന്റെ ദുർബലമായ ന്യായീകരണങ്ങൾക്കപ്പുറത്താണ് യാഥാർത്ഥ്യം എന്ന് കാണണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ കാണേണ്ടത്, എന്താണ് ഗവൺമെന്റ് പറയുന്നത്?
ഇത് എനിക്ക് വളരെ വളരെ പരിതാപകരമായി തോന്നുന്ന പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റാണ്. ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് കണ്ടു. എന്താണ് അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം ഡി കെ ശിവകുമാറും ശ്രീ സന്ദീപ് എല്ലാം പറയുന്ന ഒരേ വാദമാണ്. എന്താണ്? അത് ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ ആണ്, അതുകൊണ്ട് ഒഴിവാക്കിയെന്നാണ്. ഞാനത് സന്ദർശിച്ചയാളാണ്. അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, ഇതിനിടയിൽ പ്രവർത്തിക്കുന്ന സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകളുണ്ട്. അവരുമായി സംസാരിച്ചയാളാണ് ഞാൻ. എന്താണ് അവർ ഇതിനു നേരത്തെ തന്നെ അവിടെ എല്ലാ തരത്തിലുള്ള പരിശോധനകളും നടത്തിയ സിവിൽ സൊസൈറ്റി ഗ്രൂപ്പ്, അവരുടെ വളരെ ഫാക്ച്വൽ എവിഡൻസ് അവരുടെ കയ്യിലുണ്ട്. എന്താ അതിന്റെ യാഥാർത്ഥ്യം? ഒന്നാമതായി പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്, ഇവരാരും ഇല്ലീഗൽ എൻക്രോച്ച്മെന്റ് നടത്തി അവിടെ താമസിക്കുന്നവരല്ല. സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകളെ അധികരിച്ചുകൊണ്ട് ആധികാരികമായി പറയാൻ കഴിയുന്ന കാര്യം, ഇവർക്ക് മുഴുവൻ പേർക്കും ലീഗൽ എൻടൈറ്റിൽമെന്റ് ഡോക്യുമെന്റ് ഉണ്ട്, ലാൻഡ് ഡോക്യുമെന്റ് ഉണ്ട്. നമ്പർ 1. നമ്പർ 2, ഈ പറയുന്ന മുഴുവൻ പേർക്കും, എനിക്ക് തന്നെ നേരിട്ട് ബോധ്യമായ കാര്യമാണ്, ഇവരുടെ കയ്യിലെല്ലാം റേഷൻ കാർഡുണ്ട്, വോട്ടർ ID കാർഡുണ്ട്. ഈ പറയുന്ന മുഴുവൻ മനുഷ്യർക്കും എല്ലാ തരത്തിലുള്ള ഇന്ത്യൻ പൗരത്വത്തിന്റെ എല്ലാ ആധികാരിക രേഖകളുമുണ്ട്. ഇന്ത്യൻ പൗരന്മാർ, ലെജിറ്റിമേറ്റഡ് ആയിട്ടുള്ള ഇന്ത്യൻ പൗരന്മാരാണ്. അവരെയാണ് ഇവിടെ നിന്ന് ആട്ടിപ്പുറത്താക്കിയത്. നിങ്ങൾ നോക്കൂ, ഇനി ഇവരുടെ വാദമുഖത്തിലേക്ക് തന്നെ വരാം. ഞങ്ങൾക്ക് സർക്കാർ ഭൂമി ഏറ്റെടുക്കണ്ടേ, അതാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വാദം. എത്ര ദയനീയമായ വാദമാണ്, എത്ര ദയനീയമായ വാദം. ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയാ നടപ്പിലാക്കിയത്? പ്രേക്ഷകർ അറിയണം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പുലർച്ചെ 20-ാം തീയതി പുലർച്ചെ 5 മണിക്ക് ശ്രീ സന്ദീപ് വാര്യരുടെ വീട്ടിലേക്ക് ഒരു പറ്റം ബുൾഡോസറുകൾ കടന്നു വരുന്നു എന്ന് വിചാരിക്കുക. എന്നിട്ട് ആ ബുൾഡോസറുകൾ ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യരുടെ പുറത്തുകൂടി അവരെ വലിച്ചു പുറത്തേക്കിട്ട വീടുകളിലൂടെ കയറി ഇറങ്ങുന്നു എന്ന് വിചാരിക്കുക. എന്റെയും നിങ്ങളുടെയും വീട്ടിൽ സംഭവിക്കുന്നു എന്ന് വിചാരിക്കുക. എന്തായിരിക്കും യഥാർത്ഥത്തിൽ നമുക്കത് അനുഭവപ്പെടുക? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അങ്ങനെയാണോ ഈ പറയുന്ന എവിക്ഷൻ നടപ്പിലാക്കേണ്ടത്? ഞാൻ ഡി കെ ശിവകുമാറിനെയും കോൺഗ്രസിനെയും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. എവിക്ഷനുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങളുണ്ട്. നോട്ടീസ് കൊടുക്കണം. ഇനി നോട്ടീസ് കൊടുത്തു എന്നാണ് പറയാണ്. നോട്ടീസ് കൊടുത്തിട്ട് ബുൾഡോസർ കയറ്റാന്നാണ് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വാദം. ഗംഭീര വാദമാണ്, ക്ലാസ് വാദം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അവിടെ താമസിക്കുന്ന മനുഷ്യരാര്, എന്തുകൊണ്ട് അവിടേക്ക് നിങ്ങൾ കടത്തിവിട്ടു? ബാംഗ്ലൂർ എന്ന മഹാനഗരത്തിൽ ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ വേറൊന്നുമില്ലെന്നാണോ? പ്രിവിലേജ് ഗ്രൂപ്പുകൾ, ആ പ്രിവിലേജായ മനുഷ്യരുടെ നിർമ്മിതികളുടെ മുമ്പിലേക്ക് ഈ ബുൾഡോസർ പറഞ്ഞയക്കാൻ കോൺഗ്രസ് സർക്കാരിന് കഴിയോ? ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഒരുപാട് ന്യായീകരിച്ച് കോൺഗ്രസുകാരും ലീഗുകാരും ബുദ്ധിമുട്ടരുത്. ബുൾഡോസർ രാജ് എങ്ങനെയാണ് യോഗി ആദിത്യനാഥും അതോടൊപ്പം ഡൽഹിയിൽ ജഹാംഗീർപുരിയിലും ഹരിയാനയിലെ നൂഹിലെ ബുൾഡോസർ രാജ് നേരിൽ പോയി കണ്ട ഒരാളാണ് നിങ്ങളോട് സംസാരിക്കുന്ന ഞാൻ. അന്നും CPM പ്രതിനിധി സംഘത്തെ അയച്ചിട്ടുണ്ട്. കർണാടകയിലേക്ക് മാത്രമല്ല, ഞങ്ങൾ പോയിട്ടുണ്ട്. ഹരിയാനയിലെ നൂഹിലേക്ക് അവിടെ എത്തിച്ചേരുന്ന ആദ്യത്തെ പ്രതിനിധി സംഘം CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം സഖാവ് നീലോൽപൽ ബോസ് പ്രതിനിധി സംഘമാണ്. അതിൽ ഞാനുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എല്ലായിടത്തും സംഭവം എന്താണ്? എല്ലായിടത്തും വിക്ടിംസ് ദളിത്, മുസ്ലിം ഓർ ക്രിസ്ത്യൻസ്, എല്ലായിടത്തും മഹാഭൂരിപക്ഷമവരാണ്. അല്ലെങ്കിൽ മാർജിനലൈസ്ഡ്, സമൂഹത്തിലെ ഡിപ്രസ്ഡ് സെക്ഷൻ എന്ന് പറയാവുന്ന വിഭാഗം. ഒന്നുകിൽ മതപരമായി ഈ 3 വിഭാഗങ്ങൾ, ഇല്ലെങ്കിൽ വളരെ ഡിപ്രസ്ഡ് ആയ ദുർബലരായ മനുഷ്യർ. ഇതല്ലേ യാഥാർത്ഥ്യം? പക്ഷേ ഇതിൽ പറയുന്ന ഒരു കാര്യം റഹീം, ഇപ്പോൾ കോൺഗ്രസ് ആയാലും ലീഗ് ആയാലും പറയുന്നത്, UP-യുമായി താരതമ്യമില്ല എന്ന് പറയുന്നത് മുസ്ലിം ന്യൂനപക്ഷത്തെ തിരഞ്ഞുപിടിച്ച് അവരുടെ വീടുകൾ തകർക്കുക എന്ന രൂപത്തിൽ ഇതിനെ കാണാൻ പറ്റില്ല എന്നിടത്താണ് വ്യത്യാസം പറയുന്നത്. പിന്നെ കണക്കുകൾ വെച്ച് നോക്കിയാലും കഴിഞ്ഞ 8 വർഷത്തിടെ 67,000 ഏക്കർ ഭൂമിയിലെ കയ്യേറ്റം എന്ന രൂപത്തിലാണ് അവരെ ഒഴിപ്പിച്ചിട്ടുള്ളത് UP-യിൽ. അങ്ങനെ ഒരു കണക്ക് നോക്കുമ്പോൾ ഇവിടെ അത്ര വരുന്നില്ലല്ലോ എന്നതാണ് മറുവാദമായി പറയുന്നത് റഹീം. അല്ല, ആ പറയുന്നത് പൂർണ്ണമായും തെറ്റാണ്. നിങ്ങളത് മനസ്സിലാക്കണം. ഞാനതിന്റെ കണക്കെടുക്കാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ അവിടെ താമസിക്കുന്ന, ഇതിനകത്ത് ഒന്നാമത്തെ കാര്യം, ഇവിടെ ഒഴിവാക്കപ്പെട്ടതാരാണ്, ഇവിടെ കുടിയൊഴിക്കപ്പെട്ടതാരാണ്? ഇന്ത്യയിൽ ഞങ്ങൾ ആ രണ്ടായിട്ട് എടുക്കണം. ഒന്ന്, ഇന്ത്യയിലുടനീളം സംഘപരിവാർ നടത്തിയ ബുൾഡോസർ രാജ്, അതിന്റെ വിക്ടിംസ് ആരാണ്? നിങ്ങൾ ഏത് കണക്ക് വേണോ എടുത്തോ. ഞാൻ ഈ പറയുന്ന വെറും മാർജിനലൈസ്ഡായി മനുഷ്യരായിരിക്കും. അതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. ഇവിടെ ആരാണ് ഈ താമസിക്കുന്ന മനുഷ്യർ? റിപ്പോർട്ടേറ്റീവ് കാരുണ്ടല്ലോ, അവരോട് ചോദിക്കണം. നമ്മള് മുസ്ലിങ്ങൾ എന്ന് പറയുമ്പോൾ മുസ്ലിം ജനവിഭാഗം, അതിന്റെയും താഴെ എങ്ങനെയാണ് ഫക്കീർ എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗം, തെരുവിൽ അലഞ്ഞു നടന്ന് പാടി നടക്കുന്ന മനുഷ്യർ, ഖവാലി പാടി കൈകൾ നീട്ടി പണം വാങ്ങി ജീവിക്കുന്ന മനുഷ്യർ, ദളിതരായ മനുഷ്യർ, ബാക്കിയുള്ളവർ മുസ്ലിംസ് ആൻഡ് ദളിത്സ്, ഒരേ ഒരു വീട് ക്രിസ്ത്യൻ. ഞാൻ ഇവർ മുഴുവൻ പേരോട് സംസാരിച്ചു. എന്താ അതിന്റെ കഥ? ഈ ദളിതരെന്ന് പറയുന്നത് ഭിക്ഷയാഴ്ച ജീവിക്കുന്നവരാണ്, ചെറിയ ചെറിയ പണികൾ ചെയ്ത് ജീവിക്കുന്നവരാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ ചെറിയ പണി ചെയ്ത് ഈ ചെറിയ വീടുകളിലെ അവരുടെ വീടുകൾ അത് കെട്ടി ഉയർത്താൻ 3 മണിക്കൂർ നേരം കൊണ്ട് കോൺഗ്രസ് സർക്കാർ കണ്ണിൽ ചോരയില്ലാതെ ബുൾഡോസർ കയറ്റി തകർത്ത് കളഞ്ഞത് അവരുടെ ജീവിതം മുഴുവൻ തൊണ്ട പൊട്ടി ഖവാലി പാട്ടുപാടി
അവർ ഭിക്ഷയെടുത്തും ഖവാലിപ്പാട്ട് പാടിയും ചെറിയ ചെറിയ ജോലികൾ ചെയ്തും ഒക്കെ ഉണ്ടാക്കി ഒരുക്കിക്കൂട്ടിയ സ്വപ്ന കൂടുകളാണ് സ്മൃതി. ഉറപ്പായിട്ടും ദരിദ്രരാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അങ്ങ് അത് കണ്ടതുമാണ്. അവർക്ക് പുനരധിവാസത്തിന് ഒരു മാർഗം ഒരുക്കുന്നു എന്നൊരു വാദം കൂടിയുണ്ട്. അങ്ങനെ എന്തെങ്കിലും സംവിധാനം അങ്ങേക്ക് കാണാനായോ? പറയാം. ശുദ്ധാസമത്താണ് പറയുന്നത്. ഇന്നലെ ഞങ്ങൾ പോകുന്നത് വരെ ഒരു പുനരധിവാസ പാക്കേജുമില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇതിൽ പ്രതികരിക്കുന്നത് വരെ ഒരു പുനരധിവാസ പാക്കേജുമില്ല. ഇനി ഇന്നത്തെ ദിവസം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ പുനരധിവാസം ഉണ്ടെങ്കിൽ ഇവരെവിടെ ഒഴിവാക്കിയത്? ഞാൻ രണ്ട് എവിക്ഷൻ പ്രോസസ്സാണ് ഇവർ നടത്തിയത്. 20-ാം തീയതി പുലർച്ചെ 5 മണിക്ക് ബുൾഡോസർ എത്തുന്നു, 4:30 മണിയോടുകൂടി എത്തുന്നു. 8 മണിയോടുകൂടി മുഴുവൻ എവിക്ഷൻ, അതായത് മുഴുവൻ വീടുകളും ഇടിച്ചു നിരത്തി കളയുന്നു. 200ഓളം വീടുകൾ, 2 കോളനികൾ ഇടിച്ചു നിരത്തി. പുലർച്ചെ അതിശൈത്യത്തിൽ ഉറങ്ങിക്കിടന്ന ഞാനിന്ന് ഇവിടെ നിങ്ങളെ കാണിച്ചു. പറയട്ടെ, 9 മാസം പൂർണ്ണ ഗർഭിണിയുണ്ടതിൽ, കുഞ്ഞുങ്ങളുണ്ട്, കിടപ്പ് രോഗികളുണ്ട്, എല്ലാറ്റിനെയും എടുത്ത് വലിച്ചു പുറത്തിട്ടിട്ട് ദയാരഹിതമായി മുഴുവൻ ഇടിച്ചു തകർത്തു. എന്നിട്ട് തീരുന്നില്ല. ഈ മനുഷ്യർ വേറെ എവിടെയും പോകാനില്ലാതെ ആ ഇടിഞ്ഞു പൊളിഞ്ഞ വീഴുന്ന കെട്ടിടാവശിഷ്ടങ്ങളുടെ സൈഡിൽ തന്നെ കിടക്കാണ്. എന്നിട്ടോ അതിനുശേഷം ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വെള്ളിയാഴ്ച ഈ മുസ്ലിം പുരുഷന്മാർ പള്ളിയിൽ നമസ്കരിക്കാൻ പോകുന്ന സമയം തിരഞ്ഞെടുത്ത് കൃത്യമായ ആ സമയത്ത് വീണ്ടും അയച്ചു എവിക്ഷൻ ടീമിനെ, ഈ ബുൾഡോസർ ടീമിനെ അയച്ചു. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച കോൺഗ്രസ് അറിയാനില്ല. ഇത് പുറത്തു വന്നതിന് ശേഷമാണ് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയിലെ കാര്യം ഞാൻ പറയണേ. ആ സമയത്ത് അവിടെയുള്ള ദളിത് ആക്ടിവിസ്റ്റ് ഗ്രൂപ്പുകൾ, ഈ സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകൾ, അവർ തടഞ്ഞ് മനുഷ്യച്ചങ്ങല സൃഷ്ടിച്ച് ഇവരെ തിരിച്ചയച്ചു. അപ്പോൾ എന്ത് റീഹാബിലിറ്റേഷൻ പാക്കേജാണ് ഉണ്ടായിട്ടുള്ളത്? എന്ത് റീഹാബിലിറ്റേഷൻ പാക്കേജ്? ഒരു കാര്യം വളരെ വ്യക്തമാണ്. ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് തോന്നുന്നവന്റെ വീടുകൾ ഇടിച്ചു നിരത്താൻ ഈ വലതുപക്ഷ ഭരണകൂടങ്ങൾക്ക് ഒരു മടിയില്ല. അതാണ് പ്രശ്നം. റഹീം, ഇതിൽ സന്ദീപ് വാര്യർ ഉന്നയിച്ചിരിക്കുന്ന രാഷ്ട്രീയ ആരോപണത്തിന് കൂടി അങ്ങയുടെ മറുപടി. കാരണം ഏറ്റവും അധികം ബുൾഡോസർ രാജ് നടപ്പാക്കിയ, സുപ്രീം കോടതി ഉത്തരവിന് ശേഷവും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന യോഗി ആദിത്യനാഥിനെ ഇവിടെ ക്ഷണിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചത് ഇവിടെ പിണറായി സർക്കാരാണല്ലോ എന്ന മറുവാദത്തിന് കൂടി മറുപടി. നാളെ ഇപ്പോഴും കേരളത്തിൽ ഭരണഘടനാപരമായി സത്യപ്രതിജ്ഞ ചെയ്ത അപ്പുറത്തെ DK ശിവകുമാറിനെയോ സിദ്ധരാമയ്ക്കോ ഒരു കത്തയക്കുകയോ സിദ്ധരാമയ്യയുടെ കത്ത് ഇവിടെ ഒരു വേദിയിൽ വായിക്കുകയോ നാളെ ചെയ്യില്ലേ? ഞാൻ ഈ വിമർശിക്കുന്ന ബുൾഡോസർ ദാതയായി, അഭിനവ ബുൾഡോസർ ദാതയായി പറഞ്ഞ ഈ സിദ്ധരാമയ്യെ വിളിക്കേണ്ടി വരും. ഈ പറയുന്ന ഈ അഭിനവ ബുൾഡോസർ ദാതയായി മാറിക്കഴിഞ്ഞിരിക്കുന്ന DK ശിവകുമാറിനെ വിളിക്കേണ്ടി വരും. അത് ഭരണഘടനാപരമായി അവർക്ക് പിണറായി വിജയനെ വിളിക്കേണ്ടി വരും. നിർബന്ധിത സാഹചര്യമുണ്ടോ? അതാണ് നിങ്ങളുടെ സമീപനമല്ലേ അവരെ അങ്ങ് വിളിച്ചു കളയാമെന്നുള്ളത്? ഒരൊറ്റ കാര്യം, അതൊക്കെ സ്മൃതി അതൊരു ബാലിശമായ ദുർബലമായ ഒരു തിരിച്ചുവിടാനുള്ള പരിപാടിയാണ്. അതല്ലല്ലോ. ഞാൻ ഒറ്റ കാര്യം വളരെ ക്ലിയർ ആയി ചോദിക്കല്ലേ. ബുൾഡോസർ രാജ് ഇവർ പറയുന്നത് എന്താണ്? ഈ പറയുന്ന യോഗി നടത്തിയ ബുൾഡോസർ രാജ്, ജഹാംഗീർപുരിയിലെ ബുൾഡോസർ രാജ്, നൂഹിലെ ബുൾഡോസർ രാജ്, ഈ പറഞ്ഞ മുഴുവൻ ബുൾഡോസറുകൾ രാജ് കഴിഞ്ഞതിനു ശേഷവും അതാത് ഗവൺമെന്റുകൾ കോടതികളിൽ കൊടുത്ത അഫിഡവിറ്റ് ഇപ്പോൾ സന്ദീപ് വാര്യരും ഇന്ന് PK കുഞ്ഞാലിക്കുട്ടിയും നമ്മുടെ DK ശിവകുമാറും പറഞ്ഞ അതേ നരേഷനാണ്. നിങ്ങൾ ആ സ്റ്റേറ്റ്മെന്റുകൾ എടുത്ത് വായിക്ക്. അവർ പറഞ്ഞതാണ് ഇത് ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ ആണ്, അനധികൃതമായി കുടിൽകെട്ടി താമസിക്കുന്നവരെ വെച്ചു വാഴിക്കാനാകില്ല, അവർക്ക് ഞങ്ങൾ നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, അവരെ ഞങ്ങൾ പുറത്താക്കും, അത് ഞങ്ങളുടെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണ്. ഇതേ ശബ്ദാണ്. ഇത് ഭരണകൂടത്തിന്റെ ധാർഷ്ട്യത്തിന്റെ ശബ്ദാണ്, ജനാധിപത്യ വിരുദ്ധതയുടെ ശബ്ദാണ്. ആ ശബ്ദം BJP ഗവൺമെന്റിൽ നിന്നുണ്ടാകുമ്പോൾ, പറയട്ടെ, BJP ഗവൺമെന്റിൽ നിന്നുണ്ടാകുമ്പോൾ ഇനി അതിനെ എതിർക്കാൻ കോൺഗ്രസിന് എങ്ങനെയാണ് കഴിയുക? ശരിയാ ചോദ്യമാണ് ഉന്നയിക്കുന്നത്. കാരണം കർണാടകയിൽ നടപ്പാക്കിയ കാര്യത്തിൽ നിങ്ങൾ എങ്ങനെ ഇനി ചോദ്യം ഉന്നയിക്കും? ബുൾഡോസർ എന്ന് പറയുന്ന ന്യൂനപക്ഷ വേട്ടയുടെ പ്രതീകമായ ബുൾഡോസർ ഇന്ന് DK ശിവകുമാറിന്റെ കൂടെയായി മാറിയിരിക്കുന്നു. ശരി, ആ ചോദ്യം സന്ദീപ് വാര്യരിലേക്ക് നീളുകയാണ്. ശ്രീ VS നമ്പൂതിരി, അങ്ങ് ബാംഗ്ലൂരിൽ കഴിയുന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകരാണ്. അങ്ങേക്ക് അവിടുത്തെ സാഹചര്യം അറിയാം. ഇപ്പോൾ BJP സർക്കാരിൽ നിന്നും കോൺഗ്രസ് സർക്കാർ വന്ന ശേഷമുള്ള വ്യത്യാസവും അങ്ങേക്ക് അറിയാം. ഈ പ്രദേശം അതിൽ 3 കോളനികളാണ്. ഫക്കീർ കോളനി, ന്യൂ, ഓൾഡ്, അതോടൊപ്പം വസീഫ് ലേഔട്ട്. ഈ 3 ഇടങ്ങളിലാണ് ഈ ആളുകളെ പുറന്തള്ളിയിരിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിലെ സാഹചര്യം എന്നാണ് അങ്ങയുടെ ഒരു മനസ്സിലാക്കൽ, ശ്രീ നമ്പൂതിരി? എൻ്റെ അഭിപ്രായത്തിൽ ഈ നടന്നത് ഒരു റിയൽ എസ്റ്റേറ്റ് ഓപ്പറേഷനാണ്. 5 ഏക്കർ സ്ഥലം ഏലഹാങ്കയിൽ കിട്ടുന്ന ആ പൊന്നിൻ്റെ വിലയാണ്. അത് പുതുതായിട്ട് വരുന്ന, ബാംഗ്ലൂരിൽ പുതുതായിട്ട് വരുന്ന അപ്പ് ആൻഡ് കമ്മിങ് ഏരിയാസിലൊന്നാണ്, എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയാണ്.
ധാരാളം അപ്പാർട്ട്മെൻറ്റുകളും അതുപോലെ അപ്സ്കെയിൽ ആയിട്ടുള്ള പല സൗകര്യങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്തിൻ്റെ ഇടയ്ക്ക് ഇത്ര മോശമായിട്ടുള്ള സ്ലമ്മായിട്ടുള്ള ഒരു സ്ഥലം വരുന്നതിൽ ഉള്ള വിഷമം, ആ 5 ഏക്കർ തിരിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് നടത്താം എന്നുള്ള ഒരു ആശയം, ഇതാണ് ഇതിൻ്റെ പുറകിലുള്ളത്. കാരണം ഈ പാവപ്പെട്ട ആൾക്കാരുടെ കയ്യിൽ നിന്ന് തിരിച്ചെടുക്കുന്ന ഈ ഭൂമി എന്താണ് ചെയ്യാൻ പോകുന്നത്? ഒരിക്കൽ ഇത് റിയൽ എസ്റ്റേറ്റ് മാനേജ്മെൻറ്റ് കോർപ്പറേഷൻ അങ്ങനെയുള്ള ഒരു അതോറിറ്റിയുടെ ആയിരുന്നു. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് ഈ സ്ഥലം മുഴുവൻ ബാംഗ്ലൂരിന് പുറത്തായിരുന്നു. ഇപ്പോൾ പിന്നീട് ബാംഗ്ലൂർ വീണ്ടും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ റിയൽ എസ്റ്റേറ്റ് ഡംപിങ് സാധ്യമാവില്ല. അത് അവിടെ മറ്റാൾക്കാർ വന്നിട്ട് പാവപ്പെട്ട ആൾക്കാർ വന്ന് താമസം തുടങ്ങി. അവരെ ഇപ്പോൾ അവിടെ നിന്ന് മാറ്റിയാൽ ആ സ്ഥലം മുഴുവൻ ഗവൺമെൻറ്റിന് ഡെവലപ്പ് ചെയ്യാം. ഗവൺമെൻറ്റിന് ഡെവലപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാർക്ക് ഡെവലപ്പ് ചെയ്യാന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം ഇനി അത് അവിടെ വേസ്റ്റ് ഡംപിങ്ങിന് പോകാൻ പറ്റില്ല. കാരണം അതിൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ വേസ്റ്റ് ഡംപ് ചെയ്യാൻ സമ്മതിക്കില്ല. ഇത് മുഴുവൻ ഡെവലപ്പ് ചെയ്ത് കോടിക്കണക്കിന് രൂപ വിലയുള്ള അപ്പാർട്ട്മെൻറ്റുകളോ മറ്റു സ്ഥലങ്ങളോ ആക്കി മാറ്റാനുള്ള ഉദ്ദേശമാണ്. അല്ലെങ്കിൽ BDA ഏറ്റെടുക്കുകയായിരിക്കും. ഈ പാവപ്പെട്ടവരെ അവിടെ നിന്ന് പുറത്താക്കി ഇതിനു വേണ്ടി ചെയ്യുക എന്നുള്ളതാണ്. കാരണം കർണാടകത്തിലെ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രധാന ഡയമെൻഷൻ റിയൽ എസ്റ്റേറ്റ് ആണ്. അപ്പോൾ ഈ സ്ഥലം ഇരിക്കുന്ന ഈ ഡിമോളിഷൻ നടന്ന സ്ഥലത്തെ MLA ഇവിടുത്തെ റവന്യൂ മന്ത്രിയായ കൃഷ്ണ ബൈരഗൌഡയാണ്. കഴിഞ്ഞ ആഴ്ചയാണ് അദ്ദേഹത്തിന്റെ പേരിൽ ഗവൺമെന്റ് ലാൻഡ് കയ്യേറി എന്ന് പറഞ്ഞ് നിയമസഭയിൽ ഒരു ആരോപണം വന്നത്. അദ്ദേഹം അതല്ല, എനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയതാണെന്ന് പറഞ്ഞു. ഒരുപക്ഷെ അത് ശരിയായിരിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്യുന്നു. ഏതായാലും ഇൻവെസ്റ്റിഗേഷൻ വേണ്ടതാണ്. അതിൻ്റെ തൊട്ടടുത്ത യലഹങ്ക നിയോജക മണ്ഡലത്തിൽ BJP MLA ആണ്. അദ്ദേഹം 30 ഏക്കർ ഗവൺമെന്റ് ലാൻഡ് തട്ടിയെടുത്തതായിട്ടുള്ള ആരോപണം നേരിട്ടുകൊണ്ടിരിക്കുന്നയാളാണ്. ഇതാണ് ഇവിടുത്തെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റുമായിട്ട് വളരെ ബന്ധപ്പെട്ട രാഷ്ട്രീയമാണ്. അത് മണ്ണിൻ്റെ മകനായിട്ട് അന്ന് മുതലേ തുടങ്ങിയതാണ്. ഇപ്പോഴും രാഷ്ട്രീയക്കാർ പലരും മണ്ണിൻ്റെ ചങ്ങാതികൾ തന്നെയാണ്. അത് ഒരുപക്ഷെ പുതുതായിട്ട് ഇൻഡസ്ട്രിയലൈസ് ചെയ്തു വന്ന ഇത്തരം അർബനൈസ് ചെയ്തു വന്ന നഗരങ്ങളിലെല്ലാം ഈ റിയൽ എസ്റ്റേറ്റ് ഒരു പ്രധാന പ്രശ്നമായിട്ട്, അഴിമതിയുടെ ഒരു പ്രധാന കറൻസി ആയിട്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണിത്. ഒരുപക്ഷെ കേരളത്തിൽ അങ്ങനെ ആവില്ല. കേരളത്തിൽ ലാൻഡ് ഓണർഷിപ്പ് കുറച്ചുകൂടി ഡെമോക്രാറ്റൈസ് ചെയ്തുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായേക്കില്ല. 5 ഏക്കറും 10 ഏക്കറും ഒക്കെ ചേർന്ന് സിറ്റിയിൽ തന്നെ അല്ലെങ്കിൽ സിറ്റിയോട് ചേർന്ന് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിന് വലിയ വിലയാണ്. ഈ ആൾക്കാർക്ക് ഇതിനു മുമ്പ് ശ്രീ റഹീം പറഞ്ഞ പോലെ ധാരാളം ആൾക്കാർ ഇതിനേക്കാളൊക്കെ കൂടുതൽ ഏക്കർ ഗവൺമെന്റ് സ്ഥലം കൈയടക്കി വഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെ വിടാതെ ഈ ആൾക്കാരെ തന്നെ ഇവിടെ നിന്ന് വിട്ട് കളയണമെന്ന് പറഞ്ഞയക്കണം എന്ന് പറഞ്ഞാൽ അത് വലിയ ക്രൂവലായിട്ട് ഇൻഹ്യൂമൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് റിയൽ എസ്റ്റേറ്റ് എന്നുള്ളത് നോക്കാം. ഏത് ഗവൺമെൻറ് പോളിസിയും ആദ്യം ഹ്യൂമൻ ആയിരിക്കണം. ദിസ് ഈസ് എ വെരി ഇൻഹ്യൂമൻ ആക്ഷൻ. ഇത് രാഷ്ട്രീയം ഇതിൻ്റെ പുറകിലില്ല. അത് വളരെ ശരിയാണ്. മുസ്ലിങ്ങൾക്കെതിരായിട്ടൊന്നും അല്ല ഇത് ഒരു സെക്യുലർ ഡിമോളിഷനാണ്. ആൾക്കാരെ അവിടെ നിന്ന് പറഞ്ഞയച്ച് അവരുടെ സ്ഥലം കൈയടക്കുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശമുള്ളത്. ആൾക്കാരില്ല, എതിർക്കാൻ തന്നെ ആൾക്കാരില്ല. ഇവിടുത്തെ ഒപ്പോസിഷൻ BJP ഇതിനെ എതിർത്തിട്ടില്ല. അവരെതിർത്തിരിക്കുന്നത് ഹൈക്കമാൻഡ് ഈ ഗവൺമെന്റിനോട് എന്തുകൊണ്ട് ഇത് ചെയ്തു എന്ന് ചോദിച്ചതിനെയാണ്. ശരി, അതിലേക്കാണ് എനിക്ക് മറുപടി വേണ്ടത്. മിഥുൻ വിജയകുമാർ, BJP UP-യിൽ നടപ്പാക്കിയ കാര്യം അത് ഇപ്പോൾ കർണാടകയിൽ നടപ്പാക്കുന്നു എന്നതാണ് CPM ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം. കർണാടകയിലെ BJP-ക്കും വലിയ എതിർപ്പില്ലാത്ത വിഷയമായിട്ടാണ് ഇതിനെ കാണുന്നത്. അങ്ങയുടെ പ്രതികരണം? നോക്കൂ സ്മൃതി, ഈ ബുൾഡോസർ നിയമം എന്നൊരു കോൺസെപ്റ്റിനോട് ഞാൻ ടോട്ടലി എതിരാണ്. അതിപ്പോൾ UP ആണെങ്കിലും കർണാടകമാണെങ്കിലും എവിടെയാണെങ്കിലും
പക്ഷെ ഇവിടെ കർണാടകയിൽ നടന്നിട്ടുള്ള എന്താ വെച്ചാൽ അത് BJP ഓപ്പോസിഷൻ ആയിരിക്കെ അവർ പ്രതികരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. പക്ഷെ കർണാടകയിൽ ഇപ്പൊ പ്രണോയ് പോലും പറഞ്ഞൊരു കാര്യം, അവിടെ നോട്ടീസ് കൊടുത്തിട്ടില്ല. കാരണം സുപ്രീം കോടതി നിയമപ്രകാരം 15 ദിവസത്തെ ഒരു നോട്ടീസ് കൊടുക്കണമെന്നാണ്. അങ്ങനെ ഒരു നോട്ടീസ് അവിടെ കിട്ടിയിട്ടില്ല. മാത്രമല്ല ഇപ്പം DK ശിവകുമാർ പറഞ്ഞൊരു കാര്യം, രാജീവ് ഗാന്ധി ഹൗസിംഗ് സ്കീം പ്രകാരം അവർക്ക് ഈ അർഹതയുള്ളവർക്ക് അവർ റീഹാബിലിറ്റേഷൻ പാക്കേജ് കൊടുക്കുമെന്നാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ മറുഭാഗത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് 500ഓളം ഇല്ലീഗൽ ഓക്യുപ്പൻസ് അവിടെ ഉണ്ടെന്നുള്ളത്. മാത്രമല്ല ഈ ബുൾഡോസർ കൊണ്ടുവന്നിട്ട് ഇടിച്ച് തകർക്കുന്നതിന് മുമ്പ് അവർ ഈ റീഹാബിലിറ്റേഷൻ പ്ലാൻ ചെയ്തിരുന്നു അങ്ങനെയാണെങ്കിൽ. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതെ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് വരുന്ന പ്രതികരണങ്ങൾക്ക് ഇങ്ങനെയുള്ള ഓരോ റെസ്പോൺസസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ കർണാടക ഗവൺമെന്റ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതേസമയം നമ്മുടെ നാട്ടിൽ പിണറായി വിജയൻ അതൊരു ഓപ്പർച്യൂണിറ്റിയായി കാണുന്നു. കാരണം അവിടെ ഒരു മതത്തിന്റെ ഒരു ടാഗ് വരുന്നുണ്ട്, അത് യൂസ് ചെയ്യാൻ പറ്റും. അത് കേരളത്തിൽ അദ്ദേഹത്തിന് കിട്ടുന്ന അല്ലെങ്കിൽ CPM കിട്ടുന്ന ഒരു ആക്സെപ്റ്റൻസ് കൂട്ടും എന്നൊരു ഓപ്പർച്യൂണിറ്റിയാണ് അവിടെ പിണറായി വിജയൻ കണ്ടത്. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം കൂടെ, അതായത് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിരിക്കുന്ന ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ UP കാര്യം പറഞ്ഞു. UP കുറിച്ച് പറഞ്ഞാൽ UP ഈ പറയുന്ന ബുൾഡോസർ നിയമം എന്ന് പറയുന്നത് ഈ ഗാങ്സ്റ്റേഴ്സിനും ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസിനും അതിന്റെ ഒരു പ്രിവെൻഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അത് കൊണ്ടുവന്ന ആരാണ്? 1986 വീർ ബഹാദൂർ സിംഗിന്റെ ഗവൺമെന്റ് അല്ലേ കൊണ്ടുവന്നത്. അപ്പൊ UP എവിടെയാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഈ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യാനുള്ള അധികാരം സർക്കാരുകൾക്ക് കൊടുക്കുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. കാരണം അതൊരു കലക്ടീവ് പണിഷ്മെന്റ് ആണ്. ഇപ്പൊ ഒരു ഗാങ്സ്റ്ററിന്റെ വീടാണ് അവർ ഡെമോളിഷ് ചെയ്യാൻ നോക്കുന്നതെങ്കിൽ അവതരിപ്പിക്കാനും യോഗ്യ സർക്കാരിന് കഴിയുകയും ചെയ്യും. അതിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ തരത്തിൽ ആളുകളെ ഒഴിപ്പിക്കുന്നത് ബുൾഡോസർ രാജ് വഴി പറ്റില്ല എന്ന് കോടതി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അല്ല, തീർച്ചയായിട്ടും അതിനോട് എന്താ പറയുക, പൂർണ്ണ യോജിപ്പ് തന്നെയാണ്. കാരണം ഈ കലക്ടീവ് പണിഷ്മെന്റ് മോഡൽ നമ്മൾ എവിടെയാണെങ്കിലും നടപ്പിലാക്കാൻ പാടില്ല. ഇവിടെ UP ഇപ്പം BJP സർക്കാർ ചെയ്തിട്ടുള്ള ഒരു കാര്യം, അതിലേക്ക് ഈ പബ്ലിക് പ്രോപ്പർട്ടി നശിപ്പിക്കുന്നവരെ, അതായത് റിക്കവറി ഓഫ് ഡാമേജസ് ആക്ട് 2020 കൊണ്ടുവന്നിട്ട് അവർ ഈ പബ്ലിക് പ്രോപ്പർട്ടി നശിപ്പിക്കുന്നവരുടെ പ്രോപ്പർട്ടിയും കൂടെ അറ്റാച്ച് ചെയ്യാനുള്ള ഒരു അധികാരമാണ് കൊണ്ടുവന്നത്. പക്ഷേ ആന്റി സോഷ്യൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗാങ്സ്റ്റേഴ്സ് ആൻഡ് ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് 1986 മുതൽക്ക് UP അപ്പം BJP നടപ്പിലാക്കുന്നത് കോൺഗ്രസ് കൊണ്ടുവന്ന കാര്യങ്ങളാണ്, അല്ലാതെ പുതിയ സാധനങ്ങളൊന്നും BJP അവിടെ കൊണ്ടുവന്നിട്ടില്ല. അപ്പം കർണാടകത്തിൽ ഇത് നടക്കുന്നത് കൊണ്ടാ വെച്ചാൽ കർണാടകത്തിൽ ഇവിടെ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ചില റിയൽ എസ്റ്റേറ്റ് മാഫിയകൾ വളരെ സ്ട്രോങ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് യശ്വന്ത്പൂർ ഭാഗത്താണെങ്കിലും. മാത്രമല്ല കർണാടകത്തിൽ പല ഭാഗത്തും നമുക്കിത് കാണാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പം അവർ സ്പോട്ട് ചെയ്യുന്നുണ്ടാവും. പക്ഷേ നോക്കൂ, കർണാടക BJPയുടെ പ്രതികരണം കൂടി ഞാൻ ഒന്ന് വായിക്കാം. ഇപ്പോൾ ഈ നേരത്തെ ശ്രീ നമ്പൂതിരി പറഞ്ഞ കാര്യം തന്നെയാണ്. ഹൈക്കമാൻഡ് അനാവശ്യമായി കർണാടക സർക്കാരിന്റെ കാര്യങ്ങളിൽ ഇടപെടുന്നു. അപ്പോൾ അതിൽ ഈ KC വേണുഗോപാൽ എക്സിൽ കുറിപ്പ് പങ്കുവച്ചിരുന്നു, ഈ നടപടിയിൽ ആശങ്ക പ്രകടിപ്പിച്ചു. അതിന് പിന്നാലെയാണ് അവിടുത്തെ പ്രതിപക്ഷ നേതാവ് R അശോക് രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയത്. KC വേണുഗോപാൽ കർണാടകയിലെ സൂപ്പർ മുഖ്യമന്ത്രിയാകാൻ ശ്രമിക്കുകയാണോ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അല്ല, BJPക്ക് ഇതിൽ താല്പര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം അവിടെ ഈ എവിക്ഷൻ നടക്കുമ്പോൾ അതിൽ ഒരു മതത്തിലെ ആളുകൾ മാത്രമല്ല എവിക്റ്റ് ആവുന്നത്, പല ആളുകളെ അത് എഫക്ട് ചെയ്യുന്നുണ്ട്. ഇതൊരു മതത്തെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ക്യാമ്പയിൻ ആണെന്ന് എനിക്കറിയില്ല. അപ്പോൾ സാധാരണക്കാരെല്ലാവരും അവിടെ പ്രശ്നത്തിലാണ്. പിന്നെ ഈ പറയുന്ന പോലെ അത് ഭൂമി കൈവകാശ നിയമങ്ങളും അല്ലെങ്കിൽ കെട്ടിട നിർമ്മാണ നിയമങ്ങളും ലംഘിച്ചുകൊണ്ടുള്ള ഒരു എന്താ പറയുക എസ്റ്റാബ്ലിഷ്മെന്റ്സ് ആണ് അവർ തകർക്കുന്നതെങ്കിൽ അതിൽ പ്രത്യേകിച്ച് എന്താ പറയാ ഒന്നും പറയാനില്ല. കാരണം അത് നിയമലംഘനമാണ്. പക്ഷെ അവിടെ ചെയ്യേണ്ട ഒരു കാര്യം നോട്ടീസ് കൊടുക്കുക എന്തായിരുന്നു. അപ്പം ഇത് കോടതിയിൽ തെളിയിക്കപ്പെടേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ കർണാടക ഗവൺമെന്റ് അവിടെ എന്തെങ്കിലും ഒരു നിയമം ലംഘിച്ചോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആളുകൾ അത് ഇല്ലീഗലി ഓക്യുപ്പൈ ചെയ്തതാണോ എന്നുള്ളത് കോടതിയിലാണ് ഇനി തെളിയിക്കേണ്ടിയിരിക്കുന്നത്. കാരണം രണ്ട് ഭാഗങ്ങളും നമ്മൾ കേട്ടു. കാരണം അവർ പറയുന്നത് അവർ കയ്യിൽ എല്ലാ തരത്തിലുള്ള ഡോക്യുമെന്റ്സും ഉണ്ട്. മറുഭാഗത്ത് കർണാടക സർക്കാർ പറയുന്നു ഇത് ഇല്ലീഗൽ ആണെന്നുള്ളത്. അപ്പൊ ഇതിൽ ആരെയാണ് വിശ്വസിക്കേണ്ടത്? ഇപ്പം ഇവിടെ ഇല്ലീഗൽ എൻക്രോച്ച്മെന്റ് നടന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെ പ്രോപ്പർ ആയിട്ടുള്ള നിയമമുണ്ട്. ആ നിയമം പാലിക്കുക. അതിപ്പോൾ ഏത് സർക്കാരാണെങ്കിലും, കർണാടക സർക്കാരാണെങ്കിലും അല്ലെങ്കിൽ UP സർക്കാരാണെങ്കിലും ഏതാണെങ്കിലും. കാരണം ചാമരാജ്പേട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇവിടെ ബാംഗ്ലൂർ തന്നെ ഫുട്പാത്ത് എൻക്രോച്ച്മെന്റ് നമുക്ക് ഒരുപാട് കാണാൻ കഴിയുന്ന കാര്യമാണ്. അപ്പോൾ ഇത് ഇല്ല ഒന്നും പറയാൻ പറ്റില്ല. എൻക്രോച്ച്മെന്റ് ഒരുപാട് നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഇല്ലീഗൽ എൻക്രോച്ച്മെന്റിന്റെ പരിധിയിൽ വരുന്ന കാര്യമാണെങ്കിൽ കർണാടക സർക്കാർ നിയമപ്രകാരമുള്ള നടപടികളാണ് സ്വീകരിച്ചതെങ്കിൽ അതിനോട് നമുക്ക് ഒരിക്കലും ഒരു എതിർപ്പ് പറയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ അതിലേക്ക് ഒരു മതം കലർത്തിക്കൊണ്ട് ഒരു മതത്തിന്റെ ടാഗ് കണ്ടതുകൊണ്ട് അതിനെ കേരളത്തിൽ ഒരു പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുമെന്ന് നമ്മുടെ മുഖ്യമന്ത്രി കാണുന്നു, അല്ലെങ്കിൽ CPIM അത് കാണുന്നു. അപ്പം വരാൻ പോകുന്ന ഇലക്ഷനിൽ അവർക്ക് ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയുടെ ഒരു സപ്പോർട്ട് ആവശ്യമുണ്ട്. അതുകൊണ്ട് എവിടെ എന്ത് കണ്ടാലും അതിപ്പോ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകളെ കണ്ടാൽ പോലും അവര് അറ്റാക്ക് ചെയ്യാൻ മടിക്കില്ല എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഇതൊരു പൊളിറ്റിക്കൽ ഗെയിം ആക്കി മാറ്റേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇല്ലീഗൽ എൻക്രോച്ച്മെന്റ് ഒരു പ്രോബ്ലമാണ്. പ്രത്യേകിച്ച് ബാംഗ്ലൂർ പോലത്തെ സ്ഥലത്ത് അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. കാരണം ഫുട്പാത്ത് എൻക്രോച്ച്മെന്റ് പോലും നടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനത്തെ ഒരു നടപടി അവർ സ്വീകരിച്ചെങ്കിൽ, പക്ഷേ എങ്ങനെയാണെങ്കിലും വർഷങ്ങളായി അവിടെ കഴിയുന്നവരാണ്, അവരെ പുനരുദ്ധരിപ്പിക്കുക എന്നുള്ളതായിരിക്കണം ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷമാണല്ലോ സ്ഥലം ഏറ്റെടുക്കണമെന്ന് തീരുമാനിക്കുക. തീർച്ചയായിട്ടും അതാണ്. ഞാൻ ശ്രീ പ്രണോയിലേക്ക് പോട്ടെ. പ്രണോയ് P. പ്രേം, നമുക്ക് അറിയില്ല, അത് ചോദിക്കണം. ഗവൺമെന്റ് തന്നെയാണ് അതിൽ പറയേണ്ടത്. കാരണം അവർ പറഞ്ഞത് ഞങ്ങൾ ഈ രാജീവ് ഗാന്ധി ഹൗസിംഗ് സ്കീം പ്രകാരം അവരെ
പുനരധിവസിപ്പിക്കും, അല്ലെങ്കിൽ അവർക്ക് അർഹതയുള്ളവർ ആരാന്ന് എനിക്കറിയില്ല. കാരണം അതെ, 500 അർഹതയുള്ളവരുടെ ഡിഗ്രി എണ്ണം പെൻഷൻ എത്രയാണ് എടുക്കുക, അത് മറുവശത്ത് അർഹതയുള്ളവരെ എങ്ങനെയാണ് അവർ വിലയിരുത്തുന്നത്, അതൊക്കെ പ്രധാനമാണ്. പ്രണോയ് പി പ്രേം, ഇതിപ്പോൾ ഒരു നോട്ടീസ് പോലും നൽകിയിട്ടില്ല എന്ന് അങ്ങ് പറഞ്ഞു. ഒരു പക്ഷേ നോട്ടീസായിട്ട് കൊടുത്തിട്ടുണ്ടാകില്ല, നിങ്ങൾ ഒഴിയേണ്ടി വരുമെന്നൊക്കെ എന്തായാലും ഒരു ഭീഷണിയായിട്ടൊക്കെ വന്നു കാണുമല്ലോ. അത് ഏത് സമയത്തായിരുന്നു എന്ന് എനിക്ക് വ്യക്തമായി പറയാനാകുമോ? ശ്രീ നമ്പൂതിരി പറഞ്ഞ പോലെ അവിടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസിന്റെ ഭാഗമായിട്ടാണ് ഈ പാവങ്ങൾ അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെടുന്നത്, അത് ഉറപ്പല്ലേ? ഇപ്പോൾ 3000-ഓളം പേര് എങ്കിലും അവിടെ ഉണ്ട്. ഈ കൊടും തണുപ്പിൽ അല്ലെ, അവർക്ക് താൽക്കാലികമായി ഒരുക്കിയ സംവിധാനങ്ങൾ എന്താണ് പ്രണോയ്? ഇപ്പോൾ ഈ പറയുന്ന പുനരധിവാസത്തിന് എന്തെങ്കിലും പദ്ധതിയുണ്ടോ ഈ സർക്കാരിന്റെ മുന്നിൽ? അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടായിരുന്നു? പ്രണോയുടെ മനസ്സിലാക്കൽ എന്താണ്? പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ സെക്യുലർ ആയിട്ടാണ് ഡെമോളിഷ് ചെയ്തതെന്ന് പറഞ്ഞാലും നിങ്ങൾ ആലോചിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു രാവിലെ 20-ാം തീയതി രാവിലെ ഒരു ശനിയാഴ്ച, അപ്പം ആ ശനിയാഴ്ച തൊട്ട് ഇന്നത്തേക്ക് ഇപ്പം 9 ദിവസമായി. അവർക്ക് എന്ത് ഫെസിലിറ്റീസ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്? ഒരു ബേസിക് നെസസിറ്റി ആയിട്ടുള്ള വാഷ്റൂം, ടോയ്ലറ്റ്, ബേസിക് ഫുഡ്, അല്ലെങ്കിൽ അവർക്കൊരു ബ്ലാങ്കറ്റ്. ഇപ്പം ബാംഗ്ലൂരിലെ ക്ലൈമറ്റ് വെച്ച് നോക്കുമ്പോൾ ഒരു 17 ഡിഗ്രി to 15 ഡിഗ്രി വരെ നൈറ്റിലും ഏർലി മോർണിംഗിലും ടെമ്പറേച്ചർ കുറയുന്നുണ്ട്. അതും നട്ടുച്ച നേരത്ത് നല്ല ചൂടുമുണ്ട്. ഒരു ബേസിക് ഫെസിലിറ്റിയും ഇല്ലാതെയാണ് ഒരു 167ഓളം ജനങ്ങളുടെ വീട് നഷ്ടപ്പെടുന്നത്. അതിൽ ഏകദേശം 1000-ഓളം ആൾക്കാരുണ്ട്. അതിലൊരു 300-ന് മുകളിൽ ചിൽഡ്രൻസ് ഉണ്ട്, പ്രഗ്നൻറ്റ് വുമൻസ് ഉണ്ട്. ഇത്രയും ആൾക്കാരെ ഒറ്റയടിക്ക് ഇവാക്യുവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡെമോളിഷ് ചെയ്ത് പുറത്താക്കുമ്പോൾ അതിനൊരു ബദൽ സംവിധാനം ഒന്നുമില്ല, ഒന്നും കാണാനുമില്ല. ഇപ്പം ഈ ഒരു ഇഷ്യൂ ഉണ്ടായത് 20-ാം തീയതി കഴിഞ്ഞ് 26-ാം തീയതി രണ്ടാമതും JCB ആയിട്ട് അവിടെ വന്നിട്ടുണ്ട്. JCB വന്നിട്ടുണ്ട്, BBMP സ്റ്റാഫ് ഉണ്ടായിരുന്നു, അവിടെയുള്ള സിവിൽ സൊസൈറ്റിയും അതേപോലെ നമ്മുടെ DSU നേർന്ന് മനുഷ്യച്ചങ്ങല തീർത്തതിന് ശേഷമാണ് അവർ തിരിച്ചു പോകുന്നത്. അവരന്നും പറയുന്നത് നമുക്ക് ബോർഡർ ഫെൻസ് ചെയ്യണം, നമുക്ക് അവിടുത്തെ ഏരിയ മാർക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് രണ്ടാമതും വന്നിട്ടുണ്ട്. അതുവരെ ഇവിടെ ഒരു പൊളിറ്റിക്കൽ ഇൻവോൾവ്മെൻറ്റും ഉണ്ടായിരുന്നില്ല. ഇവർക്കുള്ള ഫുഡ് ആണെങ്കിലും ഇവർക്ക് വേണ്ട നെസസിറ്റി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇതേപോലത്തെ സിവിൽ സൊസൈറ്റീസ് തന്നെയായിരുന്നു പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ നിൽക്കുന്നുണ്ട്. ഒന്നാമത് 5 വർഷമായിട്ട് ഞങ്ങൾ ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. നമുക്ക് അതിനെപ്പറ്റി ക്ലിയറായ ക്ലാരിറ്റി ഉണ്ട്. ഇങ്ങനെ ഒരു സംഭവം നടന്നതിന് പുറകെ തന്നെ നമ്മളവിടെ സർവേ ചെയ്തു, എത്ര വീടുണ്ട്, എത്ര ക്ലാരിറ്റി ഉണ്ട്, അതിൽ എത്ര ആൾക്കാർ ബുദ്ധിമുട്ടിലാണ്, എത്ര ആൾക്കാർക്ക് എന്തെങ്കിലും. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഉറുദു സ്കൂളുണ്ട്, ഒരു ഗവൺമെൻറ് കർണാടക സ്കൂളുണ്ട്. അവിടെ ഒന്നും ഒരു വാഷ്റൂം ഫെസിലിറ്റി പോലും ഇല്ല. ഇന്ന് നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാം, ഇവിടെ വന്ന മീഡിയാസിനോട് ചോദിക്കാം. ഇപ്പം ഈ ചെറിയ പിള്ളേരായാലും പ്രഗ്നന്റ് ലേഡീസ് ആയാലും എല്ലാവരും അവർക്ക് ഒരു പോയി കിടക്കാൻ ഒരു സ്ഥലം പോലും ഇല്ല. അവരെ പൊളിഞ്ഞ വീടിന്റെ മുകളിൽ ഒരു ടാൾപോളിൻ ഷീറ്റ് കെട്ടിയിട്ട് തന്നെയാണ് അവരെ അവിടെ നിൽക്കുന്നത്. താൽക്കാലികമായിട്ട് എന്ത് സംവിധാനം ഒരുക്കിയെന്ന് ഒന്ന് ക്ലിയർ ആക്കണം. ഞാനിപ്പോൾ കഴിഞ്ഞ ഇത്രയും ദിവസമായിട്ട് ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്ന ആളാണ്. ഞങ്ങളെ സിവിൽ സൊസൈറ്റീൻ്റെ ഭാഗമായിട്ട് എല്ലാവരും ഇവിടെ ഡേ ആൻഡ് നൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് വന്നാൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും, ഒരു ടാർപോളിൻ ഷീറ്റും കുറേ സിവിൽ സൊസൈറ്റീസ് കൊടുത്ത ബ്ലാങ്കറ്റും മാത്രമാണ് അവർക്കുള്ളത്. പിന്നെ കഴിഞ്ഞ ദിവസം കുറച്ച് പേര് വാട്ടർ ക്യാൻ സംവിധാനം കൊടുത്തിട്ടുണ്ടായിരുന്നു. എത്രത്തോളം വാഷ്റൂംസ് ഉണ്ട്? ഇപ്പോൾ ഈ പറയുന്നുണ്ടല്ലോ ഏകദേശം 167 വീട് നശിച്ചു, അതിൽ ഏകദേശം 1000-ൽ പരം ആൾക്കാരുണ്ട്. അവർക്കുള്ള വാഷ്റൂം ഫെസിലിറ്റി അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യാൻ എന്താണ് ഉള്ളത്, എന്താണ് അവർക്കൊരു സപ്പോർട്ട് ഉള്ളത്, അല്ലെങ്കിൽ ഒരു ബദൽ സംവിധാനം, ഇത്രയും ആൾക്കാരുണ്ട് ഇവർക്കൊരു താമസിക്കാൻ വേറെ ഒരു സ്ഥലം, അങ്ങനത്തെ ഒന്നും പറഞ്ഞില്ല. ഇതിപ്പം ആ വെള്ളിയാഴ്ച തൊട്ട് ഈ 2-ാം തീയതി വെള്ളിയാഴ്ച വീണ്ടും ഇവർ വരുമ്പം അവിടെയുള്ള ആൾക്കാർക്ക് പേടിയാണ് സംഭവിക്കുന്നത്. ഒരു രാത്രി കൊണ്ട് നഷ്ടപ്പെട്ടത് വീണ്ടും അവർ നശിപ്പിക്കാൻ പോവുകയാണ്. ഇപ്പം 20-ാം തീയതി നശിപ്പിച്ച ആ വീടിന്റെ മുകളിൽ ഒരു ടാർപോളിൻ ഷീറ്റ് കട്ടിയിട്ടാണ് ഇപ്പം ഇവർ താമസിക്കുന്നത്. പിന്നെയും ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച അവർ വീണ്ടും വരികയാണ്. ഏകദേശം ഒരു 12:30-1 മണി സമയത്ത് രണ്ടാമതും വന്നു. അതിനുശേഷം ഞങ്ങളെല്ലാവരും മനുഷ്യച്ചങ്ങല തീർത്തതിന് ശേഷമാണ് അവർ പിരിഞ്ഞു പോകുന്നത്. ഓൾറെഡി ഞങ്ങളെ സിവിൽ സൊസൈറ്റീൻ്റെ ഭാഗമായി ദുര്യോധന വേദിൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസിൻ്റെ ഇവിടുത്തെ റവന്യൂ മിനിസ്റ്റർ കൃഷ്ണ ബൈരേഗൌഡയ്ക്ക് 2 തവണ ലെറ്റർ കൊടുത്തതാണ്, ആളെ കണ്ട് സംസാരിക്കാൻ ശ്രമിച്ചതാണ്. അപ്പോഴൊന്നും ഒരു പോസിറ്റീവ് റെസ്പോൺസ് വന്നിട്ടില്ല. ഇപ്പം ഇങ്ങനെ ഒരു സംഭവം നടന്ന് ഇത്ര ദിവസമായിട്ടും ഏതെങ്കിലും ഒരു കേരള ലീഡറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടി ഇങ്ങനെ ഒരു കാര്യം ഉന്നയിച്ചതിന് ശേഷമാണ് ഇവിടേക്ക് ഒരു മീഡിയ അറ്റൻഷൻ കിട്ടുന്നത്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ പ്രണവ്, എനിക്ക് അറിയേണ്ടത് അവിടെ സാധാരണഗതിയിൽ സർക്കാരിനെതിരെ ഒരു ആയുധം കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും പ്രതിപക്ഷം രംഗത്ത് വരണമല്ലോ. അപ്പോൾ BJPയും അങ്ങനെ വന്നിട്ടില്ല അല്ലേ? ഇക്കാര്യത്തിൽ ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർക്ക് വേണ്ടി ആ സ്ഥലം ഒരുക്കി കൊടുക്കുക എന്നതിൽ ഇരുകൂട്ടരും ഒരുമിച്ചാണ്.
അതിപ്പം അവരുടെ രാഷ്ട്രീയ താല്പര്യമായിരിക്കും. എന്നാലും പക്ഷെ ഇത്രയും ആൾക്കാർ തെരുവിൽ വരുമ്പം അത് ഗവൺമെന്റിനെ സംബന്ധിച്ച് അവരെ അഡ്രസ് ചെയ്യേണ്ട ഒരു ഇഷ്യൂ ആണ്. ഇത്രയും ആൾക്കാർ ഒറ്റ ദിവസം കൊണ്ടാണ് പുറത്തെത്തുന്നത്. അല്ലെങ്കിൽ അവർക്കുള്ള എന്താണ് ഫെസിലിറ്റി, ബേസിക് നീഡ്സ് കാര്യങ്ങൾ, ഇതൊരു ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ വയലേഷൻ തന്നെയാണ്. റൈറ്റ് ടു ലൈഫ് ആൻഡ് ഡിഗ്നിറ്റി. ഇത് ഒന്നുമില്ലാതെ നിങ്ങളെ വിഷ്വൽസിൽ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. ചെറിയ കുട്ടികളാണ് നട്ടുച്ച വെയിലത്തും ഈ തണുപ്പത്തും അവിടെയും ഇവിടെയും നിൽക്കുന്നത്. കുടിക്കാൻ വെള്ളമില്ല, ഒരു സംവിധാനവും ഇല്ല. ടാർപോളിൻ ഷീറ്റിന്റെ ഉള്ളിലാണ് ഇവരെല്ലാവരും താമസിക്കുന്നത്. ഇവിടുത്തെ ആ റിയാലിറ്റി കേരള ചീഫ് മിനിസ്റ്റർ അത് അഡ്രസ്സ് ചെയ്തു. അതിനുശേഷം ബാക്കിയുള്ള ജനപ്രതിനിധികൾ വന്നു. അതിനുശേഷമാണ് ഇതൊരു ഇഷ്യൂ ആവുന്നത്. ഇപ്പം ഇതെന്താന്ന് വെച്ചാൽ നല്ല രീതിയിൽ മീഡിയ അറ്റൻഷൻ വരുന്നുണ്ട്, ആൾക്കാർ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞു. ഇന്നിപ്പം കൂടുതൽ മീഡിയാസ് അറ്റൻഷൻ വരുന്നുണ്ട്. അങ്ങനെ ഇതൊരു ഇഷ്യൂ ആയി. ഇത്രയും ആൾക്കാർക്കൊരു വീട് കിട്ടുന്ന ഒരു കാര്യമാണ് ഇത്. എന്ത് എൻക്രോച്ച്മെന്റ്, എന്ത് കാര്യം അവർ പറഞ്ഞാലും ഇത് അവർക്ക് ഇത്രയും കാലമായി താമസിക്കുന്ന ഒരു ആൾക്കാർ ഒരു രാത്രി കൊണ്ട് കംപ്ലീറ്റ് വീടും നശിപ്പിച്ചിട്ട് ഇത് അവര് ഗവൺമെന്റ് ലാൻഡ് എൻക്രോച്ച് ചെയ്തതാന്ന് പറഞ്ഞാൽ അതൊരു ശരിയായ നിലപാടല്ല. അത് കർണാടക ഗവൺമെന്റ് അഡ്രസ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ശരി, ഇപ്പോൾ കേന്ദ്ര നേതൃത്വം ഹൈക്കമാൻഡ് ഇടപെട്ടത് കൊണ്ട് ഏത് തരത്തിലുള്ള ഇടപെടലാണ് നടത്തുക എന്നാണ് നമുക്ക് അറിയേണ്ടത്. സന്ദീപ് വാര്യർ, ഇതിപ്പോൾ ഇവിടുത്തെ കർണാടക സർക്കാർ ഹൈക്കമാൻഡ് ഇടപെട്ടത് കൊണ്ട് അവരെ പുനരധിവസിപ്പിക്കുന്ന ഉറപ്പ് നൽകും. പക്ഷെ ആ ഉറപ്പ് നടപ്പാക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ട ഹൈക്കമാൻഡ് ആണല്ലോ. കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം യഥാർത്ഥത്തിൽ അവിടെ സന്ദർശിക്കുകയാണ് വേണ്ടത്. അതിനുള്ള നടപടികൾ ഉണ്ടാകുമോ? കേരളത്തിൽ നിന്നും കോൺഗ്രസ് നേതാക്കൾ എന്തുകൊണ്ട് കർണാടകയിൽ പോകുന്നില്ല? പോകണ്ടേ? സ്മൃതി, ഒന്ന് ശ്രീ റഹീം പറഞ്ഞ ചില കാര്യങ്ങൾക്കുള്ള മറുപടി കൂടി തരേണ്ടതുണ്ട്. അദ്ദേഹം ഈ കാര്യത്തിൽ വളരെ വൈകാരികമായിട്ട് സംസാരിക്കാനും കേരളത്തിലൊരു ധ്രുവീകരണം എങ്ങനെയെങ്കിലും ഇടതുപക്ഷത്തിന് അനുകൂലമാക്കി ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ള പ്രയത്നം ആണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ഇതിനെ വളരെ വൈകാരികമായിട്ട് പറഞ്ഞു. ആ വൈകാരികത മുഴുവൻ ഞാൻ ഉൾക്കൊള്ളുകയാണ്. കാരണം ഇന്ന് AICCയും പറഞ്ഞ കാര്യം എന്താ? AICC പറഞ്ഞത് ഇത്തരമൊരു നടപടി എടുക്കുന്ന സമയത്ത് അതിൻ്റെ സെൻസിറ്റിവിറ്റി, അതിൻ്റെ മാനുഷികപരമായിട്ടുള്ള വശം ഇതെല്ലാം പരിഗണിക്കേണ്ടതായിരുന്നു. അതല്ലാതെ ചെയ്ത നടപടിയെ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് നേതൃത്വം അതുമായി ബന്ധപ്പെട്ട് കർണാടക സർക്കാരിനോടും പാർട്ടിയോടും വിശദീകരണം ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും മാതൃകാപരമായിട്ടുള്ള നിലപാട് ഇക്കാര്യത്തിൽ കോൺഗ്രസ് സ്വീകരിച്ചിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സംഘടനാ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാലിൻ്റെ വളരെ കാര്യക്ഷമമായിട്ടുള്ള ഇടപെടൽ നടന്നു. ശ്രീ KC വേണുഗോപാലിൻ്റെ കാര്യക്ഷമമായിട്ടുള്ള ഇടപെടൽ നടന്നുകൊണ്ടാണല്ലോ BJPക്ക് അതിൽ പ്രതിഷേധിക്കേണ്ട സാഹചര്യം ഉണ്ടായത്. BJP എന്തുകൊണ്ടാണ് പ്രതിഷേധിച്ചത്? ശ്രീ KC വേണുഗോപാലിന്റെ ഇടപെടൽ വന്നതിനാണ് BJP പ്രതിഷേധിക്കുന്നത്. അല്ല, പക്ഷേ കർണാടക സർക്കാരിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുകയാണ്. CPM നിന്ന് ഇക്കാര്യത്തിലൊക്കെ അദ്ദേഹം ഈ വിഷയത്തിൽ അവിടെ ചെയ്ത കാര്യത്തിൽ അതിലെ മാനുഷികപരമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കണമെന്നുള്ളതും അവിടെ സംഭവിച്ച കാര്യങ്ങൾ കർണാടക സർക്കാരിൻ്റെ വിശദീകരണം ചോദിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ വിശദീകരണം വരട്ടെ. അതുമായി ബന്ധപ്പെട്ട് റീഹാബിലിറ്റേഷൻ ഉൾപ്പെടെയുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് കർണാടക പ്രഖ്യാപിച്ചു കഴിഞ്ഞു, സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിൽ തർക്കവും വേണ്ട, നടപ്പാക്കുമെന്ന തർക്കമൊന്നും വേണ്ട. ഞാൻ ഉത്തരത്തിലേക്ക് വരട്ടെ. ശ്രീ റഹീം പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഇതിലെ ഇടപെടലിനെ കുറിച്ച് പറഞ്ഞു. ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥിനെ വിളിച്ചത് ഞാൻ സൂചിപ്പിച്ചതിനെക്കുറിച്ച് അദ്ദേഹം എന്താ പറഞ്ഞത്? അതൊക്കെ നാളെ DK വിളിക്കേണ്ടി വരില്ലേ, അതല്ലെങ്കിൽ സിദ്ധരാമയ്യെ വിളിക്കേണ്ടി വരില്ലേ? എന്തേ DK സിദ്ധരാമയ്യെ വിളിക്കാതിരുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാണ് യോഗി ആദിത്യനാഥിനെ വിളിച്ചത്? നിങ്ങൾ എന്തിനാണ് അദ്ദേഹത്തിൻ്റെ ആശംസാ സന്ദേശം ഇവിടെ വായിച്ചത്? ഏതെങ്കിലും തരത്തിൽ ഭരണഘടനാപരമായ ഒരു ബാധ്യത ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയെ ക്ഷണിക്കുന്ന കാര്യത്തിൽ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയുടെ ആശംസാ സന്ദേശം എന്തോ വലിയ മഹത്തായ കാര്യം പോലെ വായിച്ച ആളുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് യോഗി ആദിത്യനാഥിൻ്റെ പൊളിറ്റിക്സ് സ്വീകാര്യമായിരുന്നു. ആ യോഗി ആദിത്യനാഥിൻ്റെ രാഷ്ട്രീയവും അദ്ദേഹത്തിൻ്റെ ആശംസയും നിങ്ങൾക്ക് സ്വീകാര്യമായതുകൊണ്ടാണ് അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുള്ളത്. എന്നിട്ട് ആ യോഗി ആദിത്യനാഥിനെ ക്ഷണിച്ച പാർട്ടിയും ആ പാർട്ടിയുടെ മുഖ്യമന്ത്രിയും കർണാടക ഉപദേശിക്കേണ്ട ഒരു സാഹചര്യമില്ല. രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് കർണാടക ഈ കാര്യത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇടപെടരുതെന്ന് പറഞ്ഞ് ഞാൻ ഒരു ദിവസം മുൻപ് മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനം ഉണ്ടല്ലോ, അതിൽ പത്മകുമാറുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മുഖ്യമന്ത്രി നൽകിയ മറുപടി എന്താ? അത് മുഖ്യമന്ത്രി നൽകി ഞാൻ പറയേണ്ടതല്ല, പാർട്ടി സെക്രട്ടറി അല്ലെ, പാർട്ടി പറയേണ്ട മറുപടിയാണെന്നാണല്ലോ ഇവരുടെ ന്യായീകരണം ഉണ്ടായിരുന്നത്. ഇവിടെ മറ്റൊരു സംസ്ഥാനത്തെ ഒരു ആഭ്യന്തര വിഷയത്തിൽ തീർച്ചയായിട്ടും ആ കേഡ്സി മുഖ്യമന്ത്രി കാണിക്കേണ്ടതല്ലേ? മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് പിണറായി വിജയൻ പറയേണ്ട കാര്യമല്ല അത് എന്നൊരു തോന്നൽ അദ്ദേഹത്തിന് വേണ്ടതായിരുന്നു. സന്ദീപ്, ഇപ്പോൾ കണ്ടില്ലേ പ്രണോയ് പറയുന്നത് കേട്ടില്ലേ? കേരളത്തിൽ നിന്നുള്ള പ്രതികരണം, ഇവിടെ നിന്നുള്ള നേതാക്കൾ വരൽ, ഇതിനൊക്കെ ശേഷമാണ് അവിടെ അതിനൊരു നടപടിയിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ സർക്കാരിന് ഒരു നടപടി എടുക്കേണ്ടി വരുമെന്ന സാഹചര്യത്തിലേക്ക് വരുന്നത്, ഹൈക്കമാൻഡ് ഇടപെടുന്നത്.
അല്ല, ഞാൻ പ്രണോയ് പറഞ്ഞുള്ള മറുപടി എനിക്കുണ്ട്. ഞാൻ അതിലേക്ക് വരുന്നതേ ഉള്ളൂ, ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ ഒരു കേർട്സി എന്ന് പറയും, ഒരു രണ്ട് ഗവൺമെന്റുകളുടെ ഹെഡുകൾ സ്വാഭാവികമായിട്ടും പരസ്പരം അവിടുത്തെ ആഭ്യന്തര കാര്യങ്ങളിൽ സംസാരിക്കാതിരിക്കുക എന്നുള്ള കേർട്സിയാണ്. അത് രാജ്യത്ത് ഫോളോ ചെയ്ത് വരുന്ന കേർട്സിയാണെന്നുള്ളത് അതൊരു സാമാന്യ മര്യാദയാണ്. അത് റഹീമിന് മനസ്സിലാകാഞ്ഞിട്ടാണ് ഒന്ന്. ഇനി റഹീമിന് ഇക്കാര്യത്തിൽ പറയാൻ, റഹീമിന്റെ പാർട്ടിക്ക് കാര്യത്തിൽ പറയാൻ ഒരു മുസ്ലിം വിരുദ്ധമായിട്ടുള്ള നടപടി കോൺഗ്രസ് സ്വീകരിച്ചു എന്ന് പറയാൻ എന്താ അർഹതയുള്ളത്? റഹീമെ, എവിക്ഷൻ്റെ കാര്യം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ഇന്ത്യ കണ്ട ഏറ്റവും ഭീകരമായിട്ടുള്ള എവിക്ഷൻ മുസ്ലിം മതവിഭാഗങ്ങൾക്ക് നേരെ തെരഞ്ഞു പിടിച്ച് മുസ്ലിം കർഷകരെ ആക്രമിക്കുകയും അവരുടെ ഭാര്യമാരെ അടക്കം ബലാത്സംഗം ചെയ്ത് കൊന്നു കുഴിച്ചിടും ചെയ്തൊരു ചരിത്രം നിങ്ങൾക്കില്ലേ? നന്ദിഗ്രാമിലെയും സിംഗൂരിലെയും മറന്നുപോയോ? നന്ദിഗ്രാമിലെയും സിംഗൂരിലെയും 100 കണക്കിന് മുസ്ലിം കർഷക കുടുംബങ്ങളിൽ നിങ്ങളുടെ പാർട്ടി കേഡർമാർ നേരിട്ട് ചെന്ന് ജില്ലാ സെക്രട്ടറിമാരും ഏരിയ സെക്രട്ടറിമാരും നേരിട്ട് നടപ്പാക്കിയ കൂട്ടക്കൊലപാതകവും കൂട്ടബലാത്സംഗവും കുഴിച്ചുമൂടലും ഒക്കെ ചരിത്രത്തിൽ മറന്നുപോയി എന്ന് കരുതിയിട്ടാണോ, ജനങ്ങൾ മറന്നുപോയി എന്നിട്ട് എഴുതിയിട്ടാണോ റഹീം ഇവിടെ വന്നിരുന്ന് കോൺഗ്രസിന് മതേതരത്തിന്റെ സർട്ടിഫിക്കറ്റ് അച്ചടിച്ചു? അങ്ങനെയാണെങ്കിൽ പിന്നീട് എന്താണ് ബംഗാളിൽ സംഭവിച്ചെന്നുള്ള കാര്യം അറിയാമല്ലോ. തീർച്ചയായിട്ടും ഞങ്ങൾ കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചല്ലോ. ആ തരത്തിലുള്ള ഏതെങ്കിലും ഒരു കാര്യം കോൺഗ്രസ് പാർട്ടി ചെയ്തോ? കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ വന്നതിന് ശേഷം കർണാടകയിൽ സ്വീകരിച്ചുള്ള നിലപാടുകൾ, മതന്യൂനപക്ഷ വിഭാഗങ്ങളെ സംരക്ഷിക്കാൻ സ്വീകരിച്ച നിലപാടുകൾ, ഇതൊക്കെ വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ? അതുകൊണ്ടാണല്ലോ അവിടെ ഇപ്പോൾ സംഘപരിവാറിന് അഴിഞ്ഞാടാൻ സാധിക്കാതെ വരുന്നത്. അതിന്റെ വിഷമായിരിക്കും പിണറായി വിജയന്. കേരളത്തിൽ സംഘപരിവാറിന് അഴിഞ്ഞാടാൻ വിടുന്നതിന് മുഖ്യമന്ത്രിയാണുള്ളത്. സംഘപരിവാർ നേതാക്കളുമായി ബാക്ക്ഡോർ ചർച്ച നടത്തുന്ന മുഖ്യമന്ത്രിയാണുള്ളത്. അവിടെ ഞങ്ങളുടെ സർക്കാർ കൃത്യമായിട്ട് സംഘപരിവാറിനെതിരെ നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്. ഇനി മറ്റൊന്ന്, ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന സിവിക് സൊസൈറ്റിയുടെ ആൾ പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞ ഇവിടുന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി സംസാരിച്ചതിന് ശേഷമാണ് ഇടപെടലുണ്ടായിരുന്നത്. അത് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യം കൊണ്ട് പറഞ്ഞതായിരിക്കാം. കാരണം 3-4 ദേശീയ മാധ്യമങ്ങളിലും സാമൂഹ്യ സംഘടനയുടെ പ്രതിനിധിയാണ് അദ്ദേഹം. എനിക്ക് അദ്ദേഹത്തെ അറിയില്ല. അതൊക്കെ അദ്ദേഹത്തിന്റെ ക്ലെയിമാണ്. എനിക്കറിയില്ല. എനിക്ക് അറിയാത്ത ഒരാളെ കുറിച്ച് അദ്ദേഹത്തിന്റെ ക്ലെയിമിനെ ഞാൻ അംഗീകരിക്കുന്നില്ല. പോരെ, അദ്ദേഹത്തിന്റെ ക്ലെയിമിനെ ഞാൻ അംഗീകരിക്കുന്നില്ല. അവിടെ പ്രവർത്തിക്കുന്ന ആളുകളുമായി നേരിട്ട് സംസാരിച്ചതിന് ശേഷമാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. അവിടെ KMCC പോയിട്ടുണ്ടല്ലോ. ഇന്ന് KMCC അവിടെ പോയ CPM-ന്റെ ചില ആളുകളോട് പറയുന്നുണ്ടല്ലോ, ഇത് കമ്മ്യൂണൽ ഇഷ്യൂ അല്ല, നിങ്ങൾ അങ്ങനെ ആക്കരുത് എന്ന് പറയുന്നുണ്ടല്ലോ. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഞാൻ കൃത്യമായി പറയും, ഞാൻ ഇന്ന് കർണാടകയിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൺഗ്രസ് ലീഡേഴ്സിനോട് നമ്മുടെ സർക്കാരിന്റെ ഭാഗമായി ഒരു മിനിറ്റ് ഞാൻ സംസാരിച്ചാൽ പറയുന്നത് 3-4 ദിവസം മുമ്പ് തന്നെ ദേശീയ മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടക്കുന്നു, വാർത്തകൾ വരുന്നു. രാജ്യത്തെ സോഷ്യൽ മീഡിയകളിൽ ഇതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ച നടന്നു. ഇത് സ്വാഭാവികമായിട്ടും ഉയർന്നു വന്ന കാര്യമാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി ഇന്നലെ ഇതൊരു രാഷ്ട്രീയ ഒരു മുൻതൂക്കം ഉണ്ടാക്കാൻ കിട്ടിയ ഒരു അവസരം എന്ന രീതിയിൽ ചാടി വീണ്, ഇവിടെ മതധ്രുവീകരണം ഉണ്ടാക്കാൻ കിട്ടിയ ഒരു അവസരം എന്ന നിലയിൽ ചാടി വീണതിന് ശേഷമാണ് ഈ കാര്യം കേരളത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ കേരളത്തിലെ ഒരു മാധ്യമം പോലും, റിപ്പോർട്ടറല്ല, കേരളത്തിലെ ഒരു മാധ്യമം പോലും 2 ദിവസം മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ താല്പര്യമായിരിക്കാം കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഒന്ന് അദ്ദേഹത്തിന് ഒരു മുൻതൂക്കം കിട്ടിക്കോട്ടെ എന്ന് കരുതി പറഞ്ഞായിരിക്കാമെന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. കേരളത്തിലെ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ കാണിച്ചത് സ്വന്തം പലരുടെ കുത്തി നാറ്റിക്കില്ല. റഹീമിനോട് 1-2 കാര്യങ്ങളും പറയാം. ഇവിടെ കേന്ദ്ര സർക്കാരിന്റെ UAP അമെൻമെന്റ് നടപ്പിലാക്കി അലനെയും താഹയെയും പിടിച്ച് അകത്തിട്ടപ്പോൾ മിണ്ടാതിരുന്നയാളാണ് റഹീം, അല്ലേ? ഇപ്പോൾ അവിടെ ബാംഗ്ലൂരിൽ പോയ ആളുകളൊക്കെ ഇവരൊക്കെ സർക്കാരിന്റെ ഭാഗമായിരുന്നു. ഇത്രയും കൂടുതൽ മുസ്ലിം വിരുദ്ധ നടപടികൾ സംഘപരിവാർ സ്വീകരിച്ച നടപടികൾ മുഴുവൻ ഇവിടെ അവർക്ക് വേണ്ടി നടപ്പാക്കി കൊടുത്തവരാണ്. CAA വിരുദ്ധ സമരത്തിന്റെ പേരിൽ എടുക്കപ്പെട്ട കേസുകൾ പിൻവലിക്കാത്ത ആളുകളാണ്. ഈ സംഘപരിവാറിന്റെ എല്ലാ നിയമവിരുദ്ധമായിട്ടുള്ള ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നടപടികളും ആദ്യം നടപ്പിലാക്കി കൊടുക്കാൻ വേണ്ടി മുന്നിൽ നിന്ന ആളുകളാണ്. ഞങ്ങൾ ഉപദേശിക്കാൻ നിൽക്കേണ്ട എന്ന് മാത്രമേ കാര്യത്തിൽ പറയാനുള്ളൂ. കോൺഗ്രസ് കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതിലൊരു തർക്കവും വേണ്ട. ഈ വിഷയത്തിൽ ഒരു തരത്തിലും മാനവിക വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടും സ്വീകരിക്കാൻ പാടില്ല. അവിടെ വീട് നഷ്ടപ്പെട്ടിട്ടുള്ള അർഹരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും പുനരധിവാസം ഉണ്ടാകും. ഇനി അനർഹരായിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള അവരെ റിഹാബിലിറ്റേറ്റ് ചെയ്യാനുള്ള നടപടികൾ കൂടി സ്വീകരിക്കണം എന്നുള്ളതാണ് കോൺഗ്രസ് പാർട്ടി കാര്യത്തിൽ പറഞ്ഞിട്ടത്. അത് തീർച്ചയായിട്ടും അവിടെ നടപ്പാക്കി കാണിക്കുകയും ചെയ്യും. ശരി, റഹീം സന്ദീപിന് മറുപടി നൽകാം. ഒപ്പം തന്നെ ന്യൂനപക്ഷത്തെ തിരഞ്ഞുപിടിച്ച് എന്ന രൂപത്തിൽ പറയുന്നതിൽ അർത്ഥമില്ല എന്ന്, അങ്ങനെ രാഷ്ട്രീയ പാർട്ടികളെ ഒന്നും പിന്തുണയ്ക്കുന്ന രൂപത്തിലല്ലാതെ അവിടുത്തെ മാധ്യമപ്രവർത്തകർ തന്നെ പറയുന്നു. ശ്രീ നമ്പൂതിരി പറഞ്ഞു. അതോടൊപ്പം അങ്ങനെ ഒരു കണക്കിലേക്ക് പോകുന്നതിന് പോലെ അങ്ങ് നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ദരിദ്രരായ പാവങ്ങളിൽ പാവങ്ങളായവരാണ് അവിടെ നിന്നും ഒഴിവാക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ കണക്കുകളിൽ അല്പം മുൻതൂക്കം മുസ്ലിം ന്യൂനപക്ഷത്തിനുണ്ടാകാം. 156 മുസ്ലിം കുടുംബങ്ങൾ, 30 ഹിന്ദു കുടുംബങ്ങൾ, 2 ക്രിസ്ത്യൻ കുടുംബങ്ങൾ എന്നുള്ളതാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന കണക്ക്. ഇനി അങ്ങേക്ക് പറയാം. 156 മുസ്ലിം കുടുംബങ്ങൾ, 31 ദളിത്, 1 ക്രിസ്ത്യൻ. ഇതാണ് അവിടുത്തെ കണക്ക്. ഇതിനകത്ത് പ്രശ്നം എന്താണ്? ഇപ്പോ എല്ലാവരും അംഗീകരിച്ചൊരു കാര്യമുണ്ട്. വളരെ കോൺഗ്രസിന്റെ പ്രതിനിധി ഒഴികെ ബാക്കി എല്ലാവരും സ്ഥിരീകരിക്കുന്ന ഒരു കാര്യം, വളരെ അൺഡെമോക്രാറ്റിക് ആയിട്ട് മനുഷ്യത്വം തൊട്ടുതീണ്ടിയിട്ടില്ലാതെ ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത മാർജിനലൈസ്ഡ് മനുഷ്യരെ ഇറക്കിവിടല്ല അവരുടെ വീടുകൾ ദയാരഹിതമായി ഇടിച്ചു നിരത്തി തന്നല്ലോ. എന്തൊക്കെയാ
ഇതിനു മുമ്പ് ബുൾഡോസർ രാജ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന രാജ്യം ചർച്ച ചെയ്ത സ്ഥലങ്ങളിൽ നടന്നത് ഇതേ കാര്യങ്ങളാണ്. ഞാൻ ഹരിയാനയിലെ നൂഹിൽ പോയിരുന്നു. ഹരിയാന നൂഹിൽ ബുൾഡോസർ രാജിന് ശേഷം പോയപ്പോൾ അവിടുത്തെ ജില്ലാ ഭരണകൂടത്തോട് സംസാരിച്ചു. സന്ദീപ് വാര്യർ ഈ പറഞ്ഞ അതേ വാദമുഖാണ് അവിടെ പറഞ്ഞത്. അവര് ഇപ്പോൾ മുസ്ലിം ലീഗ് വിശദീകരിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. ബഹുമാനപ്പെട്ട നമ്മുടെ മാധ്യമപ്രവർത്തകൻ ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹം പറഞ്ഞ എന്താണ് ഇതിനെ ഈ പറയുന്ന അദ്ദേഹത്തിന്റെ വാചകം തന്നെ അദ്ദേഹം അങ്ങ് പറഞ്ഞു. ഈ ബാക്കിയെല്ലാം അദ്ദേഹത്തിനോട് ഞാൻ യോജിക്കുമ്പോഴും അദ്ദേഹം പറഞ്ഞതൊരു സെക്കുലർ എന്താ പറയാ സെക്കുലർ ഡിമോളിഷനോ എവിക്ഷനോ മറ്റോ അദ്ദേഹം അവരും അവിടെ പറഞ്ഞ അത് തന്നെയാണ്. അവരും സെക്കുലർ ഡിമോളിഷൻ പറയട്ടെ, അവരും അവിടെ പറഞ്ഞ അത് തന്നെയാണ്. ഞങ്ങൾ മതം നോക്കിയല്ല ചെയ്തത്. ജഹാംഗീർപുരിയിൽ എന്താ അവിടുത്തെ RSS ഗവൺമെന്റ് BJP അല്ലെങ്കിൽ ഡൽഹി അന്നത്തെ അഡ്മിനിസ്ട്രേഷൻ ആഭ്യന്തര വകുപ്പ് പറഞ്ഞത്? അവർ പറഞ്ഞത് ഞങ്ങൾ സെക്കുലറൈസ് ചെയ്തതാണ്, നിങ്ങൾ മതം പറയരുത് ഇതില്. ഇതാ അവർ പറഞ്ഞത്. ഇതിൽ ഞങ്ങൾ പറഞ്ഞു അല്ല, ഇതിൽ ദളിതരാണ്, ഇതിൽ ഒപ്രസ്ഡ് സെക്ഷനാണുള്ളത്. ഇതെല്ലാം പറയുമ്പോഴെന്താ അവർ പറയുന്ന ഇതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഭരണകൂടത്തിന്റെ ഒരു നരേഷനാണ്. എന്താ നരേഷൻ? ഞങ്ങൾ ഇവരെ പുറത്താക്കിയത് ഒന്നുകിൽ ഇല്ലീഗൽ എൻക്രോച്ച്മെന്റ് ആണ് ഞങ്ങൾ ഒഴിവാക്കിയത്, 2 സർക്കാർ ഭൂമി ഞങ്ങൾ തിരിച്ചു പിടിക്കുന്ന നിയമാനുസൃതമായ കാര്യമാണ് ചെയ്തത്, 3ാമത്തെ കാര്യം ഇതിൽ ഞങ്ങൾ മതം നോക്കിയിട്ടില്ല, കണ്ടു നിൽക്കുന്ന നിങ്ങളാരും ഇതിൽ മതം കലർത്തരുത് എന്നാണ് ഞങ്ങൾ ഉപദേശിക്കുന്നത്. ഇത് RSS നടത്തിയിട്ട് ബുൾഡോസറായി നടത്തിയിട്ട് പറയുന്നത് ഇതേ നരേഷനാണ്, കോൺഗ്രസ് നടത്തിയിട്ട് പറയുന്നത് ഇത് തന്നെയാണ്. ഇനി സന്ദീപ് വാര്യർ 2-3 തവണ അദ്ദേഹത്തിന്റെ വിയോജിപ്പ് പറഞ്ഞങ്ങ് പോവാം. അദ്ദേഹം പറയുന്നു ഈ വിദ്വേഷ പ്രസംഗം നടത്തുന്ന അല്ലെങ്കിൽ ഈ ബുൾഡോസറായി നടത്തുന്ന യോഗി ആദിത്യനാഥിനെ ഞങ്ങൾ ഇവിടെ അതൊരു പരിപാടിക്ക് വിളിച്ചു എന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കത്ത് വായിച്ചു. ഡെയിലി രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം 3 നേരമെങ്കിലും മിനിമം, ഞാനത് പറയട്ടെ, 3 നേരമെങ്കിലും മിനിമം നരേന്ദ്രമോദിയെയും യോഗി ആദിത്യനാഥിനെയും RSSനെയും പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ശശി തരൂരിന്റെ അണിയാണ് ഈ സംസാരിക്കുന്നത്. മനസ്സിലായില്ലേ? RSS അതിഗംഭീരമാണ് എന്ന് ഇന്നലെയും സംസാരിച്ച ദിഗ്വിജയ് സിംഗിന്റെ അണിയാണ് ഈ സംസാരിക്കുന്നത്. 3 പോട്ടെ, ഇതേ കർണാടകയിലെ DK ശിവകുമാർ രാവിലെ എഴുന്നേറ്റൽ വൈകുന്നേരത്തിനിടയിൽ 2 തവണയെങ്കിലും ഗണഗീതം പാടാൻ ഇഷ്ടപ്പെടുന്ന DK ശിവകുമാറിന്റെ പാർട്ടിക്കാരാണ് ഈ സംസാരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ അകത്ത് ഒരു ശുദ്ധീകരണം നടത്തിയിട്ട് പറഞ്ഞപ്പോൾ അത് പൊളിറ്റിക്കൽ. ഇനി അടുത്ത് വേറൊരു കാര്യത്തിലേക്ക് വരാം. ഇവിടെ യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ഇൻവോൾവ്മെന്റിന്റെ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി എങ്ങനെയാണ് കേരളം മാറുന്നത്, കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറുന്നത്? അത് പ്രണോയ് ഇവിടെ സൂചിപ്പിച്ചു. ഇവിടെ ഇപ്പോൾ പോലും നിങ്ങൾ ആലോചിക്കണം, ഒരു തുണ്ട് ഒരു നേരത്തെ 1 മണി അരി ഗവൺമെന്റിൽ നിന്ന് കൊടുത്തിട്ടില്ല. ഗവൺമെന്റ് ഏതെങ്കിലും ഒരു അതോറിറ്റി അവിടെ കൊണ്ട് കൊടുത്തിട്ടില്ല. ഒരു പുതപ്പ് കൊടുത്തിട്ടില്ല. ഏത് ഈ പൊളിച്ചിട്ട് അവിടെ കിടക്കുമ്പോഴും ഈ പാവങ്ങൾ ഗർഭിണിയും ഈ ആളുകൾ കിടക്കുമ്പോഴും അത്ര ദയാരഹിതമാണ് കോൺഗ്രസ്. പിന്നെ അദ്ദേഹം നന്ദിഗ്രാം പറഞ്ഞു. ഞാൻ കുറച്ചുകൂടി പിറകിലോട്ടങ്ങ് പോവാം. അത് അടിയന്തരാവസ്ഥ കാലത്താണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യത്തെ ബുൾഡോസർ രാജ് ആരംഭിക്കുന്നത് കേട്ടോ. അന്ന് ബുൾഡോസർ ഉണ്ടായിരുന്നില്ല എന്നേ ഉള്ളൂ, അന്നുണ്ടായിരുന്ന യന്ത്രങ്ങൾ ഉപയോഗിച്ച്. ഇനി നോക്കൂ, ഇവിടെ ഒരൊറ്റ കാര്യം മാത്രം കണ്ടാ പോരെ. കേരളത്തിൽ ഇതുപോലൊരു സംഭവം ഉണ്ടാകുന്നു എന്നിരിക്കട്ടെ, ഞങ്ങൾ ഭരണപക്ഷത്ത് പ്രതിപക്ഷത്തിരിക്കുന്നവർ എന്ത് ചെയ്യും? ആഞ്ഞടിക്കും. നിങ്ങൾ നോക്കൂ, എങ്ങനെ പ്രതിപക്ഷ ഭരണ ഐക്യമാണ് ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നത്. BJP ആഗ്രഹിക്കുന്നത് കർണാടകയിലെ കോൺഗ്രസ് ചെയ്യുകയാണ്. കർണാടകയിലെ കോൺഗ്രസ് ഗവൺമെന്റ് കർണാടകയിലെ മുഖ്യപ്രതിപക്ഷമായ BJP ആഗ്രഹിക്കുന്നത് ചെയ്യുന്നു. അതിൽ നിങ്ങൾ എന്തിന് ഇടപെടുന്നു എന്ന് KC വേണുഗോപാലിനോട് ചോദിക്കുകയാണ് അവിടുത്തെ പ്രതിപക്ഷ നേതാവ്. അപ്പൊ ആലോചിച്ച് നോക്കൂ, ഞങ്ങൾ പറയുന്നത് ശരിയല്ലേ പൊളിറ്റിക്കലി? BJP UP-യിൽ ചെയ്തത്, BJP ഡൽഹിയിൽ ചെയ്തത് കർണാടകയിൽ കോൺഗ്രസ് ഗവൺമെന്റ് ചെയ്യുന്നു. അതിന് നിരുപാധികമായ പിന്തുണ കൊടുക്കുന്നു കർണാടകയിലെ മുഖ്യപ്രതിപക്ഷമായ BJP. അതിൽ വേറെ ആരെങ്കിലും കയറി ഇടപെടുകയാണെങ്കിൽ നിങ്ങളതിന് ഇടപെടുന്നു. ഈ ചെയ്തതൊക്കെ ശരിയല്ലേ? ഈ നിമിഷം വരെ ഈ പ്രശ്നത്തിൽ ഇപ്പൊ രാജ്യത്തെ ഞങ്ങൾ ചെന്നതോടുകൂടി, മുഖ്യമന്ത്രി പറഞ്ഞതോടുകൂടി, അത് മുഖ്യമന്ത്രിയുടെ ട്വീറ്റോടുകൂടി ദേശീയ മാധ്യമങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം വന്നു. ഇന്നിപ്പോ എല്ലാ ദേശീയ മാധ്യമങ്ങളും കയറി ചെയ്തു. ഒരു പ്രതിഷേധം BJPയുടെ സ്റ്റേറ്റ്മെന്റില്ലല്ലോ ഇതിനെതിരെ. എന്താ കാര്യം? BJPക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമാണ് അവർ ചെയ്തത്. BJP ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, BJP ഭരണത്തിൽ വന്നാൽ ചെയ്യുന്ന കാര്യങ്ങൾ, BJP മറ്റു സംസ്ഥാനങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങൾ കോൺഗ്രസ് ചെയ്യുന്നു. ഇത്ര വലിയ ഐക്യം വരുമ്പോൾ ഇതിനെ എങ്ങനെയാണ് കേരളത്തിലിരുന്ന് ശ്രീ സന്ദീപ് വാര്യർക്കോ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരാൾക്കോ ന്യായീകരിക്കാൻ കഴിയുക? നിങ്ങൾ ന്യായീകരണങ്ങൾ ദുർബലമായി പോകും. വസ്തുത അതല്ലേ? അവിടെ സാധുക്കളായ മനുഷ്യരെ, ദുർബലരായ മനുഷ്യരെ, അതിൽ പൂർണ്ണമായും പറയുന്നു, എണ്ണം വെച്ച് പറയുന്നു, ഇന്ത്യയിലെല്ലായിടത്തും ബുൾഡോസർ രാജിന്റെ ഇരകൾ മുസ്ലിങ്ങളോ ദളിതരോ ഇല്ലെങ്കിൽ മാർജിനലൈസ്ഡ് ആയ മറ്റു മനുഷ്യരോ ആണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ ചെയ്യുന്നു. ഇത് വളരെ ആസൂത്രിതമാണ്. എന്തിനാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ വീണ്ടും ഈ പറയുന്ന പ്രണോയെല്ലാം അവിടെ പൂർണ്ണസമയം വർക്ക് ചെയ്യുന്ന ആളുകളാണ് എന്നാണ് ഞാൻ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ഇവരെ അവിടെ വെച്ച് കണ്ടിരുന്നു, മനസ്സിലാക്കിയിരുന്നു. ഞാൻ പറയുന്ന ഒരു കാര്യം, ഇതിൽ നിന്ന് എന്താണ് കോൺഗ്രസ് പാഠം പഠിക്കാത്തത്? കോൺഗ്രസ് നിരുപാധികമായി ഈ ജനസമൂഹത്തോട് മാപ്പ് പറയാൻ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? ഇത് വളരെ പ്രസക്തമായ ഒരു കാര്യമല്ലേ?
സഖാവ് പിണറായി വിജയൻ പറയുന്നത് വരെ ഇടപെടുന്നത് വരെ ഇടതുപക്ഷം ഇടപെടുന്നത് വരെ എന്തുകൊണ്ട് ആ ഗ്യാപ്പ് എന്തുകൊണ്ടാണ് ഇതുവരെയും ഈ നിമിഷം വരെ ശ്രീമതി സോണിയാഗാന്ധി ഇതിനോട് പ്രതികരിച്ചിട്ടില്ലല്ലോ? എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? അപ്പോൾ BJP ആയി കോൺഗ്രസ് മാറരുത്. ഇത് മാറുമ്പോൾ അത് തുറന്നു കാട്ടപ്പെടും. ഇവിടെ കോൺഗ്രസിന്റെ ദളിത് വിരുദ്ധത, കോൺഗ്രസിന്റെ മുസ്ലിം വിരുദ്ധത, കോൺഗ്രസിന്റെ ദുർബല ജനവിഭാഗങ്ങളോടുള്ള അവരുടെ മനോഭാവം ഇതെല്ലാം എക്സ്പോസ് ചെയ്യപ്പെട്ടു. അവരുടെ ജനാധിപത്യ വിരുദ്ധത എക്സ്പോസ് ചെയ്യപ്പെട്ടു. അതിന് നിങ്ങൾ ഞങ്ങളെ പഴിച്ചിട്ട് കാര്യമില്ല. അത് ഞങ്ങൾ പറയും. പിന്നെ കർണാടകയിൽ മാത്രമല്ല, ഹരിയാനയിലെ നൂഹിൽ പോയിട്ടുള്ള ആളാ ഞാൻ പറഞ്ഞല്ലോ, ഹരിയാനയിലെ നൂഹിൽ ഒരു പ്രതിനിധി സംഘത്തെ പോലും അയച്ചില്ല. നേരത്തെ സ്മൃതി ചോദിച്ചില്ലേ, ഒറ്റ കാര്യം ഞാനൊന്ന് അവസാനിപ്പിച്ചോട്ടെ. സ്മൃതി ചോദിച്ചല്ലോ സന്ദീപിനോട്, കോൺഗ്രസിന്റെ ഒരു പ്രതിനിധി സംഘത്തെ ഇവിടേക്ക് ഈ ബുൾഡോസറായി നടന്ന സ്ഥലത്തേക്ക് അയക്കണ്ടേന്ന്. ഡൽഹിയുടെ അടുത്ത് കിടക്കുന്ന ജഹാംഗീർ പുരിയിൽ കോൺഗ്രസ് ഒരാള് പ്രതിനിധി സംഘത്തെ അയക്കുന്നു വേണ്ട, ഇറങ്ങി നിന്ന് അവിടെ എത്തി പോയില്ലല്ലോ. അവിടെ ബുൾഡോസർ തടുക്കാൻ പോയി നിന്നത് സഖാവ് ബൃന്ദാക്കാരാട്ടാണ്. ഹരിയാനയിലെ നൂഹ് ഡൽഹിയിൽ നിന്ന് അധികം അകലല്ല. അവിടെ നൂറുകണക്കിന് മുസ്ലിം വീടുകൾ ഇടിച്ചു നിരത്തി കഴിഞ്ഞപ്പോൾ അവിടെ പോയത് ഞങ്ങളുടെ പ്രതിനിധി സംഘമാണ്. കോൺഗ്രസ് എന്നൊരു പ്രതിനിധി സംഘത്തെ കോൺഗ്രസ് അയച്ചില്ല കേട്ടോ, കോൺഗ്രസ് അയച്ചില്ല. ഇന്ത്യയിൽ എവിടെയാണ് കോൺഗ്രസ് ബുൾഡോസർ രാജ് നടന്നിട്ട് പോയിട്ടുള്ളത്? ഞങ്ങൾ പോകും. അത് കർണാടകയിലും അത് ഇടതുപക്ഷത്തിന്റെ പോയതിനു ശേഷം കോൺഗ്രസ് നേതാക്കൾ പോയി എന്നുള്ളതാണ് എന്റെ ഓർമ്മ കേട്ടോ. അന്നത്തെ ദൃശ്യങ്ങൾ ഞാൻ ഓർക്കുന്ന അങ്ങനെയാണ്. മിഥുൻ പറയാം. ഒരാഴ്ച ഇല്ല, പോയിട്ടില്ല. അതൊക്കെ വെറുതെ എന്തുകൊണ്ട് AICC നേതൃത്വത്തിൽപ്പെട്ട മിഥുൻ എന്ന് പറയൂ, എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച അധികം പിറകിലേക്കൊന്നും പോകണ്ട, ഞാൻ സിംഗൂരിലേക്കൊന്നും പോകുന്നില്ല. കഴിഞ്ഞ ആഴ്ച കണ്ണൂരിൽ കാൽടെക്സിൽ ഒരു 10 നില കെട്ടിടം ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ ആണെന്ന് പറഞ്ഞിട്ട് ഒരു ഹൈഡ്രോളിക് ക്രെയിൻ വെച്ച് അടിച്ച് പൊളിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ വികാരമൊന്നും റഹീമിന്റെ പാർട്ടിക്ക് തോന്നിയില്ലേ? അത് കുത്തക മുതലാളിയുടെ കെട്ടിടമായതുകൊണ്ടാണോ അങ്ങനെ തകർത്തത്? ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു കെട്ടിടം തകർത്ത് കഴിഞ്ഞാൽ അത് ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ, മറ്റേ ആരെങ്കിലും അത് ചെയ്തു കഴിഞ്ഞാൽ സാധാരണക്കാർ ജീവിക്കുന്ന ഇടങ്ങളിൽ തകർക്കുന്നതും ഈ പറയുന്ന മറ്റു കെട്ടിടങ്ങൾ തകർക്കുന്ന തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. അതിലൊരു കമ്പാരിസൺ ഇല്ല. ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ ഉറപ്പായിട്ടും അത് പൊളിക്കണ്ടേ? ഞാൻ വരാം. ശ്രീ AVS നമ്പൂതിരി, ശ്രീ AVS നമ്പൂതിരി മതമാണ് കലർത്തുന്നത്. സന്ദീപ് സിംഗൂരിലെ കാര്യം പറയുകയാണ് അവിടുത്തെ മുസ്ലിങ്ങളുടെ, നമ്മളൊക്കെ മനസ്സിലാക്കിയത് അവിടുത്തെ കർഷകർക്കെതിരെ ഉണ്ടായ ഒരു അക്രമമായിരുന്നു, കർഷകർക്കെതിരെ ഉണ്ടായ അതിക്രമമായിരുന്നു. അതുപോലെ തന്നെ മതത്തിന്റെ കാര്യം പറഞ്ഞിട്ടാണെങ്കിൽ തുർക്ക്മൻ ഗേറ്റിലെ എവിക്ഷൻ നമുക്ക് ഓർമ്മയില്ലേ? 1976 ഡൽഹിയുടെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് സഞ്ജയ് ഗാന്ധി അവിടുന്ന് എവിക്ഷൻ നടത്തിയത് നമുക്ക് ഓർമ്മയില്ലേ? എന്നും മതമായിരുന്നു വലുത്. ശരി, AVS നമ്പൂതിരി, ഇപ്പോൾ കർണാടകയിൽ ഇതാദ്യമായിട്ടായിരിക്കില്ലല്ലോ ഇങ്ങനെ കുടിയൊഴിപ്പിക്കൽ നടക്കുന്നത്. ഇതിപ്പോൾ വലിയ രീതിയിൽ പാവങ്ങളെ കുടിയൊഴിപ്പിക്കുന്നു എന്നത് വലിയ വാർത്തയായി വന്നിരിക്കുന്നു. അങ്ങനെ കുടിയൊഴിപ്പിക്കുന്നവരെ പുനരധിവസിപ്പിക്കുന്ന രീതി പൊതുവിലുണ്ടോ? ഇതിപ്പോൾ അവർക്കൊരു ഫ്ലാറ്റ് സമുച്ചയം ഒരുക്കുമെന്നൊക്കെയാണ് ഇപ്പോൾ കർണാടക സർക്കാർ പറയുന്നത്. ശ്രീ നമ്പൂതിരി, അതാണ് പ്രത്യേകമായിട്ടും പറയാനുള്ളത്. ഗവൺമെൻറ് പറഞ്ഞത് ഈ സ്ഥലത്ത് നിന്ന് ഈ ആൾക്കാരെ ഒഴിപ്പിക്കുന്നത് ഇല്ലീഗലായിട്ട് അവരെ താമസിക്കുന്നത് കൂടാതെ ദിസ് ഈസ് നോട്ട് എ ഹാബിറ്റബിൾ പ്ലേസ്, അതായത് ജീവിക്കാൻ പറ്റിയ സ്ഥലമല്ല എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ളവരെ അതിനേക്കാളും കഷ്ടമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഇനി പുനരധിവാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ആൾക്കാരെ മുഴുവൻ ഇവിടെ നിന്ന് 5 കിലോമീറ്ററോ 10 കിലോമീറ്ററോ ദൂരെയുള്ള ഒരു സ്ഥലത്ത് പോയി അവർക്ക് 1-2 മുറികളുള്ള ഒരു വീട്ടിൽ താമസിപ്പിച്ചാൽ അത് പുനരധിവാസമായില്ല. അവരുടെ ജീവിതം മുഴുവൻ ആ ഭാഗത്തോട് യോജിച്ച് വളർന്നിട്ടുള്ളതാണ്. അവർ പല ചെറിയ ജോലികളും ചെയ്ത് മെക്കാനിക്കുകളുണ്ട്, ചില ടൈലർമാരുണ്ട്, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അവർ ആ പ്രദേശത്തെ ആ ലോക്കൽ ഇക്കോണമിയുടെ ഒരു ഭാഗമാണ്. അവിടെ നിന്ന് അവരെ പറിച്ചു നട്ടാൽ അവർക്ക് എന്ത് ജീവിതമാണ് ഉണ്ടാവുക? എന്ത് പുനരധിവാസമാണ് ഉണ്ടാവുക? ഗവൺമെൻറ്റിന് പുനരധിവാസം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാവുന്നത് ഈ 5 ഏക്കറിൽ തന്നെ അവരെ താമസിപ്പിക്കാനുള്ള ഒരു വഴി ഉണ്ടാക്കുക, അതിനുള്ള സൗകര്യം ഉണ്ടാക്കുക. അങ്ങനെ ഒരു സൗകര്യം ഉണ്ടാക്കിയാൽ ഈ 1000 പേരല്ല, ഇതിനേക്കാൾ കൂടുതൽ വീടില്ലാത്ത ആൾക്കാരെയും കൂടി അവിടെ താമസിപ്പിക്കാൻ പറ്റും. അവരുടെ ജീവിതത്തിന് അവരുടെ ജീവിതം ഇവിടെ നിന്ന് മുഴുവൻ പറിച്ചു കേട്ട് ഓരോരുത്തരെ ഓരോ സ്ഥലത്ത് കൊണ്ടാക്കി അവരുടെ കമ്മ്യൂണിറ്റി ലൈഫ് തന്നെ പോയില്ലേ? 25 വർഷമായിട്ട് ജീവിക്കുന്ന ആൾക്കാർ അവർക്കൊരു കമ്മ്യൂണിറ്റി ലൈഫ് അവിടെ ഇല്ലേ? അതെല്ലാം വിട്ട് അവരെ വേറെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ജീവിപ്പിക്കുക. അത് മാത്രമല്ല ആ സ്ഥലങ്ങളിലുള്ള മറ്റാൾക്കാരും
ഇവരുടെ ഈ സർവീസസ് ഇവിടെ ഉണ്ടാവില്ല. ആൾക്കാർക്ക് അതിൻ്റെ കോസ്റ്റ് പിന്നെയും കൂട്ടി വരും. അപ്പോൾ ഒരു നഗരങ്ങളിലെല്ലാം ഉള്ള ഒരു കാര്യമാണ്, നഗരങ്ങളിലെ ഓരോ ചെറിയ സ്ഥലങ്ങളിലും ഒരു ലോക്കൽ ഇക്കണോമിയുടെ എക്കോ സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം ഡിസ്റപ്റ്റ് ചെയ്യാൻ പാടില്ല. ഇവരെ അവിടെ തന്നെ അത് ചെയ്യുമോ എന്നുള്ളത് നമുക്കറിയേണ്ട. തെറ്റ് തിരുത്തൽ കർണാടക സർക്കാർ എത്രത്തോളം നടത്തുന്നു, ആ തെറ്റ് തിരുത്തലിന് കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വം എത്രത്തോളം സമ്മർദ്ദം ചെലുത്തുന്നു എന്നുള്ളതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ കാണേണ്ടത്. വളരെ നന്ദി ശ്രീ നമ്പൂതിരി, ശ്രീ എ റഹീം, സന്ദീപ് വാര്യർ, ഒപ്പം തന്നെ മിഥുൻ വിജയകുമാർ ചർച്ചയിൽ പങ്കെടുത്തിന്, ഒപ്പം എത്തിയ പ്രണോയ് പി പ്രേമിനും വളരെയധികം നന്ദി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.